സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള വിശകലനം നടത്തുന്ന വളരെ സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകനാണ് അടുത്ത സെഷൻ മോഡറേറ്റ് ചെയ്യാനായി വേദിയിലെത്തുന്നത്. മാതൃഭൂമി ന്യൂസിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ അഭിലാഷ് മോഹൻ. വേദിയിലേക്ക് സ്വാഗതം ശ്രീ അഭിലാഷ്. പാനലിസ്റ്റ് ആദ്യമായി വേദിയിലെത്തുന്നത് പാലക്കാടിൻ്റെ ബ്രാൻഡ് ന്യൂ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. വേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ അറിയപ്പെടുന്ന യുവ രാഷ്ട്രീയ നേതാവ് ശ്രീ ജേക്ക് സി തോമസ്. ഹാർട്ടി വെൽക്കം ജേക്ക്. BJP കേരളത്തിൻ്റെ പ്രതിനിധി സന്ദീപ് വാചസ്പതി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച വ്യക്തിയാണ് സന്ദീപ് വാചസ്പതി. ആൻഡ് കംപ്ലീറ്റിംഗ് ദ പാനൽ, കേരളത്തിലെ പ്രശസ്ത രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന വ്യക്തിയും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ശ്രീജിത്ത് പണിക്കർ. ഓവർ ടു യു മിസ്റ്റർ അഭിലാഷ്. നമസ്കാരം. നാളത്തെ ഇന്ത്യയെക്കുറിച്ചാണ് ഈ സെഷൻ. എങ്ങനെയാണ് ജനാധിപത്യം സുസ്ഥിര വികസനം സാധ്യമാക്കുന്നത്, അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിൽ ജനാധിപത്യത്തിൻ്റെ പങ്ക് എന്താണ് എന്ന് സംസാരിക്കാനാണ് 4 ഈ വിഷയത്തിൽ നല്ല നിലയിൽ നിങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ വിശകലന വിദഗ്ധനും നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ വരുന്ന സമയങ്ങളിൽ നമുക്ക് എങ്ങനെ ജനാധിപത്യം സുസ്ഥിര വികസനത്തെ സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നില്ല, നാളത്തെ ഇന്ത്യ എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കാം. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ പാനലിസ്റ്റുകളിലേക്ക് പോകാം. ആദ്യം ശ്രീജിത്ത് പണിക്കർ, ജനാധിപത്യം സുസ്ഥിര വികസനത്തിന് അല്ലെങ്കിൽ പോട്ടെ വികസനത്തിന് നല്ലതാണോ മോശമാണോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ചൈന, അവിടെ ജനാധിപത്യമല്ല. നമ്മുടെ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജനാധിപത്യമില്ല, അവിടങ്ങളിലൊക്കെ വികസനമുണ്ട്. ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഇന്ത്യ. ഈ വികസനവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. വികസനവും ജനാധിപത്യവും എന്നതിന് ഒരുപക്ഷെ സുസ്ഥിര വികസനം എന്നതിനേക്കാൾ ബന്ധമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ 2 വാക്കുകളുണ്ട്. ഒന്ന് സുസ്ഥിരം, 2 വികസനം. അതൊരു ഓക്സിമോറോണാണ് സത്യത്തിൽ. കാരണം ഡെഫനിങ് സൈലൻസ് എന്നൊക്കെ പറയുന്നത് പോലെ, കാതടപ്പിക്കുന്ന നിശബ്ദത എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വാക്കാണ് സത്യത്തിൽ സുസ്ഥിര വികസനം. വികസനം എന്ന് പറയുന്ന സമയത്ത് നമുക്കതിൽ കുറേയധികം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആ വിട്ടുവീഴ്ചകളിൽ ഏത് പരിധിവരെ ആകാം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക്. വികസനവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ചോദിച്ചാൽ ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്, വികസനം വരും, വികസനം വരണം, വികസനം ഞങ്ങളാണ് കൊണ്ടുവരിക എന്ന് പറയുന്നതിലാണ് നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട താല്പര്യം. അതിനപ്പുറത്തേക്ക് അത് പ്രായോഗിക തലത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്രത്തോളം കാര്യക്ഷമമായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ബജറ്റ് ടൈമിലേക്ക് വരികയാണ്. സ്റ്റേറ്റിൻ്റെ ബജറ്റ് ഉണ്ടാകും, കേന്ദ്ര ബജറ്റ് ഉണ്ടാകും. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും കുറേയധികം പ്രഖ്യാപനങ്ങളുണ്ടായിട്ടുണ്ടാവും. ആ പ്രഖ്യാപനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് എൻവയൺമെൻറ്റിന് വേണ്ടി, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറേയധികം പദ്ധതികളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിൽ എത്രത്തോളം നടന്നു, ഏതെങ്കിലും പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിക്ക് വേണ്ടി എത്ര ശതമാനം ഫണ്ട് യൂട്ടിലൈസ് ചെയ്തു, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ എക്കണോമിക് റിവ്യൂ പോലെയുള്ള കാര്യങ്ങൾ വരും. പക്ഷേ അതിലേക്കൊക്കെ ആക്സസ് ഉള്ള, സീരിയസ് ആയിട്ട് അതിനെ സമീപിക്കുന്ന, അതിൻ്റെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? കേന്ദ്രത്തിലാണെങ്കിൽ പാർലമെൻറ്റിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ, ഇവിടെയാണെങ്കിൽ ശ്രീ KN ബാലഗോപാൽ,
പുതുതായിട്ട് കുറേയധികം പ്രഖ്യാപനങ്ങൾ പറയും. അതിൽ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള കുറേയധികം പാക്കേജുകൾ പറയും. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇത്തവണ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒന്ന് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ പാക്കേജ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വാട്ട് പെർസെൻറ്റ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ വികസനം 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 വരിക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം, ഭരണ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വികസനമെന്ന് പറഞ്ഞാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അപ്പോൾ നമുക്കറിയാം, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിന് യുണൈറ്റഡ് നേഷൻസ് തന്നെ തീരുമാനമെടുത്തിരിക്കുന്ന, അതിൻ്റെ മെമ്പർ കൺട്രീസ് എല്ലാം എഗ്രി ചെയ്യുന്ന കുറേയധികം പോയിന്റുകളുണ്ട്. ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഏതാണ്ട് 16-17 പോയിന്റുകൾ, സബ് പോയിന്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ നടപ്പാക്കുന്നതിന് നമ്മുടെ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ ഒരു പക്ഷേ കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലായി പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ അക്കൗണ്ടബിലിറ്റിയെ വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 ദിവസത്തോളമായിട്ട് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മണ്ഡലം, ആ സ്ഥലം പാലക്കാട്, അവിടെ വരുന്ന ഒരു ബ്രൂവറിയെ പറ്റിയാണ്. അപ്പോൾ വികസനം എന്ന് പറയുന്നുണ്ട്, അതിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ള ചർച്ചയുണ്ട്. വികസനം എന്ന് പറയുന്നത് സുസ്ഥിരമാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, സമൂഹത്തിനെ നമ്മൾ ഏത് പരിധി വരെ അതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, എൻവയൺമെൻറ്റിനെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നുണ്ട് എന്ന പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഒരുപക്ഷെ ഇത് ബ്രഹ്മപുരമായിരുന്നിരിക്കാം, അതിനു മുമ്പത്തെ വർഷം ഒരുപക്ഷെ മുട്ടിൽ മരമുറിയായിരുന്നിരിക്കാം. ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഫോർമേഷനുണ്ട്. ആ പോളിസി ഫോർമേഷൻ എന്ന് പറയുന്നതിൽ വികസനം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടോ സുസ്ഥിര വികസനം എന്നതുമായി ബന്ധപ്പെട്ടോ കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, അവിടെ നേരെ ഞാൻ ജെയ്ക് സി തോമസിലേക്ക് വന്നാൽ, ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം ജനങ്ങളോട്, ജനാധിപത്യ സംവിധാനങ്ങളോട് ഒക്കെ ബാധ്യസ്ഥനാണ്. അദ്ദേഹം ആ അർത്ഥത്തിൽ ഭരിക്കേണ്ട ഒരു ഭരണാധികാരിയാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അദ്ദേഹം ഖത്തറിലെ അമീറിനെ പോലെ, അല്ലെങ്കിൽ UAE ഷെയ്ഖിനെ പോലെ, അല്ലെങ്കിൽ ചൈനയിലെ പ്രീമിയറിനെ പോലെ ഒരാളായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്രൂവറി തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചാൽ മതി, വേറൊന്നും ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലൊരു ബ്രൂവറി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു പുതിയ വിദേശ മദ്യ പ്ലാന്റ് തുടങ്ങാൻ ഒരു പ്രാരംഭാനുമതി സർക്കാർ കൊടുക്കുന്നു. അതേ തുടർന്ന് ഇപ്പോൾ വലിയ പ്രശ്നമാണ്, മാധ്യമങ്ങളിൽ വരുന്നു, ഘടകകക്ഷികളെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നു, പ്രതിപക്ഷം ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിണറായി വിജയൻ ഒരു അമീർ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രീമിയർ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ആവശ്യമേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ബ്രൂവറിയെ കുറിച്ചല്ല. എൻ്റെ ചോദ്യം ജനാധിപത്യം എന്ന് പറയുന്ന കാര്യം ശരിക്കും ഈ പറയുന്ന ഇമാതിരിയുള്ള വികസനത്തിനൊരു തടസ്സമാണോ? ജനാധിപത്യം ഉള്ളതുകൊണ്ടാണല്ലോ ഈ പ്രശ്നമൊക്കെ. ഒരിക്കലുമില്ല. അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ എനിക്ക് തോന്നുന്നു അഭിതർക്കിതമാംവിധം നമുക്കെല്ലാവർക്കും പറയാൻ കഴിയുന്നൊരു ഉത്തരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സമുദായത്തിൻ്റെ നവീകരണത്തെ, നാടിൻ്റെ മുമ്പോട്ടേക്ക് പോക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണോ ജനാധിപത്യമെന്ന് ചോദിച്ചാൽ ഏകപക്ഷീയമായി തന്നെ അല്ല എന്ന് പറയാൻ കഴിയും. എനിക്ക് തോന്നുന്നു 2 ഉദാഹരണങ്ങൾ. ഇപ്പോൾ സുസ്ഥിര വികസനത്തിൻ്റെ ഭാവിയെയും ജനാധിപത്യത്തെയും സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ അനുഭവത്തെ മുൻനിർത്തി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ജനാധിപത്യം എന്തുകൊണ്ട് പ്രസക്തവും അഭിമാനകരമാം വിധം അത് പഴുതുകൾ അടച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതുമുണ്ട് എന്ന തീർപ്പിനെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന, കൂടുതൽ ശരിയാവണ്ണം വിലയിരുത്താൻ സഹായിക്കുന്ന 2 ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും, ഭൂരിപക്ഷം ആളുകളും മലയാള സിലബസ് ചെറിയ ക്ലാസ്സിൽ പാഠപുസ്തകമായി പഠിക്കുമ്പോൾ പൊതിച്ചോറ് എന്ന് പറയുന്ന കാരൂറിൻ്റെ ചെറുകഥ ഒരു വേളയെങ്കിലും വായിച്ചിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവരോ ആണ് നമ്മളിൽപ്പെട്ട മഹാഭൂരിപക്ഷവും. പൊതിച്ചോറ് ഒരു അധ്യാപകൻ്റെ കഥയാണ് പറയുന്നത്. കേരളത്തിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ, വിശാലമായി പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു അധ്യാപകൻ. ഒറ്റ വാക്കിൽ കഥയുടെ രത്നച്ചുരുക്കം പറഞ്ഞ് അവസാനിപ്പിക്കാം. കുട്ടിയുടെ ബാഗിൽ നിന്ന് അവൻ്റെ അമ്മ സ്നേഹം ചാലിച്ച് കൊടുത്തയച്ച പൊതിച്ചോറ് പട്ടിണി മുഖാന്തരം മോഷ്ടിച്ച് കഴിക്കേണ്ട വന്ന അധ്യാപകൻ്റെ കഥയാണ് കാരൂർ പൊതിച്ചോറിൽ പറയുന്നത്. ഇന്ന് 2025 ആണ്ടിൽ നമ്മളെല്ലാവരും ഇത്തരത്തിലൊരു ഫ്യൂച്ചർ സമ്മിറ്റിനായി ഒത്തുചേരുമ്പോൾ മലയാളികളെ സംബന്ധിച്ച്, കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ച്, രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറം പട്ടിണി അയാഥാർത്ഥ്യമായൊരു അനുഭവമാണ്, അല്ലെങ്കിൽ നമുക്കതൊരു ആലങ്കാരികമായ അനുഭവമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് മൂലം മരിക്കേണ്ട വരിക അത് മലയാളിക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ അനുഭവം, കുട്ടിയുടെ ബാഗിൽ നിന്ന് പൊതിച്ചോർ മോഷ്ടിച്ച് കട്ടു തിന്നേണ്ട വന്ന, അതിൻ്റെ പേരിൽ മാനേജർക്ക് കത്തയക്കേണ്ട വന്ന അധ്യാപകരും അവരെ സംബന്ധിച്ചുള്ള സാഹിത്യവും കേരളത്തിലുണ്ടായിരുന്നു. എങ്ങനെ കേരളത്തിൽ നിന്ന് പട്ടിണിയും ദാരിദ്ര്യവും റദ്ദു ചെയ്യപ്പെട്ടു? 1957
പരിമിതികളോട് കൂടെയെങ്കിലും കേരളം ഉത്കൃഷ്ടമായ ജനാധിപത്യത്തിൻ്റെ നടപ്പുവഴികളിലേക്ക് നടന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരു കേരളം സാധ്യമായി തീർന്നത്. കാരൂരിൻ്റെ പൊതിച്ചോറിനെ ചൂണ്ടിക്കാട്ടി പട്ടിണിയെ റദ്ദു ചെയ്തതിൽ ജനാധിപത്യത്തിന് പങ്കുണ്ട് എന്ന് മാത്രമല്ല ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും, അല്പ നാളുകൾക്ക് പുറകിലാണ് നമ്മുടെ എം കുഞ്ഞാമൻ മാഷ് മരണപ്പെട്ടു. എം കുഞ്ഞാമൻ മാഷെ സംബന്ധിച്ചിട്ടെങ്കിലും കേട്ടിട്ടുണ്ടാകും. കേരള സർവകലാശാലയിലെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായി വന്നു. പിന്നീട് ഇന്ത്യയുടെ ഏറ്റവും പ്രൈഡ്ഫുൾ ക്യാമ്പസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ടിസ്സിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. കുഞ്ഞാമൻ മാഷിൻ്റെ ആത്മകഥ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടു. ആ ആത്മകഥയിലെ ഒരു ഏട് പല മാധ്യമങ്ങളിലും വന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം അധസ്ഥിത സമൂഹത്തിൽ നിന്ന് ജനിച്ചു വീണ മനുഷ്യനാണ്. ഒരു ദിവസം പട്ടിണി സഹിക്കവയ്യാതെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജന്മിയുടെ വീട്ടിൽ അദ്ദേഹത്തിന് പണിക്ക് പോകേണ്ടതായി വന്നു. ഉച്ചയായപ്പോൾ വിശന്നു. അച്ഛനും അമ്മയും ജന്മിയോട് ആവശ്യം പറഞ്ഞ് കുഞ്ഞാമൻ മാഷിന് ഭക്ഷണം ഒരുക്കിയത് എവിടെയാണ് എന്ന് കുഞ്ഞാമൻ മാഷ് വിശദീകരിക്കുന്നുണ്ട്. ജന്മിയുടെ വീടിൻ്റെ അടുക്കളയുടെ 8 വാരങ്ങൾക്കപ്പുറം ഒരു വട്ടയിലയിൽ കുഴി കുത്തി അദ്ദേഹത്തിന് കഞ്ഞി കൊടുത്തു. അത് പഴയ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കിതിൽ അസ്വാഭാവികതയുണ്ടോ? വേണമെങ്കിൽ ഇല്ല എന്ന് പറയാം. പക്ഷെ പ്രത്യേകത എന്താണ്? ഭീതിതമായ അദ്ദേഹത്തിൻ്റെ അനുഭവം വിശദീകരിക്കുന്നു. ആർത്തിയോടുകൂടെ വിശപ്പ് മാറ്റുവാൻ കുഴിയിൽ കുത്തിയ വട്ടയിലയിലെ കഞ്ഞി കുടിക്കാൻ ചെല്ലുമ്പോൾ കുഞ്ഞാമൻ മാഷിലെ വിദ്യാർത്ഥി ഒറ്റയ്ക്കായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ പട്ടി, അദ്ദേഹത്തിൻ്റെ നായ്ക്കുട്ടി ഒപ്പമുണ്ടായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി 2 പേർ വട്ടയിലയിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ മത്സരിക്കുമ്പോൾ കുഞ്ഞാമൻ മാഷ് കണ്ണീർ പറ്റുന്ന വാചകങ്ങളോടുകൂടി എഴുതുന്നുണ്ട്: എനിക്കൊരു മനുഷ്യനായി തോന്നിയിരുന്നില്ല, ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന 2 പട്ടികളായിട്ടാണ് എനിക്ക് എന്നെ സ്വയം തോന്നിയത് എന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞാമൻ കേരള സർവകലാശാലയുടെ അതിർവരമ്പുകളും കടന്ന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഏറ്റവും മിടുമിടുക്കനായ അധ്യാപക ശൃംഖലയുടെ പ്രതീകമായി മാറി. എങ്ങനെ മലയാളത്തിന്, കേരളത്തിന് ഇത്തരം മാറ്റങ്ങൾ സാധ്യമായി എന്ന് ചോദിച്ചാൽ, ഉത്കൃഷ്ടമായ ജനാധിപത്യത്തിൻ്റെ അഭിമാനകരമായ അനുഭവം കേരളം വഴി ലോകത്തിനും ഇന്ത്യക്കും സംഭാവന ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. ചോദ്യത്തിൻ്റെ വാചകത്തോട് ചേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ വലിയ പദ്ധതികൾ, ഇത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ വരുന്നുണ്ട്. എതിർപ്പുകൾ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ടിൻ്റെ മാത്രം ഒരു കണക്കല്ല, മറിച്ച് നമ്മളുടെ അഭിപ്രായങ്ങൾ, സാജാത്യ വൈജാത്യങ്ങൾ, വിയോജിപ്പുകൾ, നമുക്കുള്ള പ്രതികൂലമായ മനോസ്ഥിതി, ഇതൊക്കെ പങ്കുവെക്കാനുള്ള ഒരു വേദി കൂടെയാണ്. അത് അനിവാര്യമാം വിധം അങ്ങനെ തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അക്കാര്യത്തോട് യോജിക്കുന്നു. ജനാധിപത്യമാണ് ലോകത്തെ നിലവിലുള്ള മാതൃകകളിൽ ഏറ്റവും സുന്ദരമായ വ്യവസ്ഥ എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യയുടെ ഫ്യൂച്ചർ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലും നമ്മൾ ജനാധിപത്യമാകട്ടെ, ജനാധിപത്യമായി തന്നെ തുടരട്ടെ എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കോണ്ടക്സ്റ്റിലേ അല്ല ചർച്ച. അവിടെ ഇപ്പോൾ ശ്രീ രാഹുൽ ഇപ്പോൾ ഇവിടെ ബ്രൂവറിയുടെ കാര്യം പറഞ്ഞു. ഞാൻ വേറൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വെഹിക്കുലാർ ഡെൻസിറ്റി ഇന്ത്യയിലുള്ളത്. വളരെ സ്ലോ ആണ് നമ്മുടെ റോഡുകൾ. ട്രെയിനിൻ്റെ ട്രാഫിക് എടുത്തു കഴിഞ്ഞാൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും 40-50% വേഗത കുറവാണ് കേരളത്തിൽ. കാരണം പാളമില്ല, 2 പാളമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ ഒരു റോഡ് പദ്ധതി വന്നു. ഇപ്പോൾ ദേശീയപാത വികസനം ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്ഥലമേറ്റെടുപ്പ് തടസ്സപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും കാലം ദേശീയപാത അതോറിറ്റിക്ക് ദേശീയപാത പൂർത്തീകരിക്കാൻ കഴിയാത്തത്. ഒരു ഘട്ടത്തിൽ ദേശീയപാത അതോറിറ്റി ഇട്ടിട്ട് പോകുന്ന ഘട്ടം വരെ വന്നു. ഇപ്പോൾ ട്രെയിനിനെ സംബന്ധിച്ച്, ഇപ്പോൾ റെയിൽ പദ്ധതികളെ സംബന്ധിച്ച് ഇതേ അവസ്ഥയാണ്. റെയിലിനെതിരെ പോരാടിയ ഒരു പോരാളി കൂടിയാണ് ശ്രീ രാഹുൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജനാധിപത്യം കുറച്ച് കൂടുതലാണ്. ടൂ മച്ച് ഡെമോക്രസി ഉണ്ടോ ഇവിടെ? ആദ്യമേ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ജയിക്ക് കുഞ്ഞാമൻ മാഷെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു വാചകം കുഞ്ഞാമൻ മാഷ് തന്നെ പറയാം ഫ്യൂച്ചറിൽ ഉണ്ടാകേണ്ടതായിട്ട്. ഇപ്പം എതിരിനകത്ത് തന്നെ കുഞ്ഞാമൻ മാഷിൻ്റെ ഒരു അധ്യായം തന്നെയുണ്ട്. ഒരു ദളിതന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കസേരയിലടിയിലെ മൂട്ടയായി ജനിക്കണം എന്ന് പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്. നാളുകളിൽ അതൊരു യാഥാർത്ഥ്യമാകട്ടെ എന്നുള്ള ഒരാശംസയോടുകൂടി നമുക്ക് ഇപ്പം അങ്ങയുടെ ചോദ്യം, ഇപ്പം വികസനം, ഇപ്പം ഈ ശങ്കരാടിയുടെ ഭാഷ കടമെടുത്താൽ, അല്ലെങ്കിൽ പിന്നെ സന്ദേശത്തിലെ ശങ്കരാടിയുടെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യം പോലും ഒരു മുതലാളിത്തത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്, ഉപോൽപ്പന്നമാണ്. നമ്മൾ വികസനത്തെ പറ്റി പറയുമ്പം ഹൂസ് ഡെവലപ്മെൻറ്റ് അറ്റ് വാട്ട് കോസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത്, പരിമിതമായ റിസോഴ്സുകളുള്ള ഒരു രാജ്യത്ത് നമ്മൾ വികസനത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആര്, അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എത്ര? അങ്ങ് ചോദിച്ച അങ്ങ് ഉദാഹരിച്ച 2 കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിച്ചാൽ, ഒന്ന്, ഇപ്പം ഞാൻ റെയിലിനെതിരായി സംസാരിച്ച ഒരാളാണ് എന്ന് പറഞ്ഞു. റെയിലിനെതിരായിട്ടുള്ള എൻ്റെ നിലപാടുകൾ ഇപ്പോഴും അതേപടി തന്നെ നിൽക്കുകയാണ്. പക്ഷേ കേരളത്തിൽ അതിവേഗ റെയിൽ വേണമെന്നുള്ള കാര്യത്തിലും എനിക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല.
അതിന് നമുക്കൊരു തേർഡ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പ്രാക്ടിക്കലി പോസിബിളായിട്ടുള്ളപ്പോൾ കേരളം പോലെ ഇപ്പോൾ 2019 ശേഷമുള്ള കേരളത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതൊരു പ്രത്യേക കേസായിട്ട് തന്നെ സംസാരിക്കണം. അതുകൊണ്ടാണ് അറ്റ് വാട്ട് കോസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2019 ശേഷം എവിടെ എപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നോ എവിടെ എപ്പം പ്രളയം ഉണ്ടാകുമെന്നോ നമുക്ക് പ്രവചിക്കുവാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ്. എൻ്റെ പാലക്കാട് 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ 2019 കണക്കേ ഉള്ള വെള്ളപ്പൊക്കം ഓരോ വീട്ടിലേക്കും എത്തുന്ന സാഹചര്യമുള്ളൊരു സ്ഥലമാണ്. അങ്ങനൊരു കേരളത്തിൽ വലിയ എംബാങ്ക്മെൻറ്റുകളോട് കൂടിയ ഒരു കേരയിൽ അത് കേരളത്തിൻ്റെ ഭാവിക്ക് ഭൂഷണമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കിപ്പോൾ കുറച്ച് കാലത്തേക്കിന് യാത്ര ചെയ്യാൻ കഴിയുമായിരിക്കും, നമുക്ക് വളരെ വേഗത്തിൽ പോകാൻ കഴിയുമായിരിക്കും. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് 2.25 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ആ ട്രെയിനിൽ കയറി കാസർഗോഡ് എത്തുമ്പോഴത്തേക്കിന് തീർന്നു പോകുന്നതല്ല ഈ കേരളീയ തലമുറകളുടെ അവസാനത്തെ ശേഷിപ്പല്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നാളുകളിലേക്ക് കൂടി, അതുകൊണ്ടാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടങ്ങ് ഉദാഹരിച്ച് മറ്റൊരു ഉദാഹരണം ബ്രൂവറിയെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന എതിർശബ്ദങ്ങൾ പോലും ബ്രൂവറി പാടില്ല എന്നുള്ള നിലപാടല്ല. ബ്രൂവറി പാടില്ല എന്ന നിലപാട് ആരെങ്കിലും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. അത് കാലഘട്ടത്തിൻ്റെതായ ചില ആവശ്യകതകൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല മദ്യ വിൽപ്പന ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായി കാണുന്ന ഒരു സർക്കാർ, അത് മാറി മാറി വരുന്നല്ല കേരള സർക്കാരിനെ പറ്റി പറയുന്നത്, ആ സർക്കാർ ബ്രൂവറിക്കെതിരായി സംസാരിക്കുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എവിടെയാണ് തുടങ്ങുന്നത്? എലപ്പുള്ളിയിൽ, പാലക്കാട്. എന്താ പാലക്കാടിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ MLA ആയതിനു ശേഷം ആദ്യമായി ഫണ്ട് വെച്ചത് അവിടെ എൻ്റെ പാലക്കാട് മെട്രോ നഗരം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ മെട്രോ നഗരത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപയാണ് ഞാൻ MLA ആയതിനു ശേഷം ആദ്യം മാറ്റിവെക്കുന്ന ഒരു താൽക്കാലിക സംവിധാനമാണ്, സ്ഥിരം സംവിധാനമല്ല. ഈ വേനലിനെ ഒന്ന് കടന്നു പോകാൻ 20 ലക്ഷം രൂപ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കേണ്ടി വന്നൊരു ജനപ്രതിനിധിയാണ്. അങ്ങനൊരു നാട്ടിലേക്ക് ഒരു തുള്ളി വെള്ളത്തിന് പൊന്നിൻ്റെ വില കൊടുക്കുന്നൊരു നാട്ടിൽ നിങ്ങൾ ബ്രൂവറി തുടങ്ങാനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി, അതിന് ആ നാട്ടിലെ ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വലിയ വില, അതാണ് പ്രശ്നം. അപ്പോൾ ജനാധിപത്യം അവിടെയൊക്കെ പ്രതിരോധം തീർക്കുന്നത് കൊണ്ട് തന്നെയാണ് ജനാധിപത്യം മനോഹരമാകുന്നത്. മറ്റേതൊരു വ്യവസ്ഥ, ഇപ്പം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ അമീറായിരുന്നുവെങ്കിൽ ആ പദ്ധതി ഇപ്പോൾ വന്നു പോയേനെ, നമുക്ക് എതിർശബ്ദം ഉയർത്തുവാൻ പോലും ഒരു സ്പേസ് ഉണ്ടാകില്ല. നമ്മുടെയൊക്കെ ഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അദ്ദേഹത്തെ ഒരു അമീറ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എതിർശബ്ദങ്ങൾ ഉയർത്തുവാൻ കഴിയുന്നതും അതിന് പ്രതിരോധങ്ങൾ തീർക്കുവാൻ കഴിയുന്നതുമൊക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനാധിപത്യമാണ് ഭരണാധികാരികളെ അക്കൗണ്ടബിൾ ആക്കുന്നത്, സംശയമില്ല. ശ്രീ സന്ദീപ്, നോക്കൂ, നാളെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് വികസനം എന്നുള്ളത് ഇവിടെ ഒരു റൗണ്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്ത് വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ പണമുള്ള ലോകത്തെ 2ാമത്തെയോ 3ാമത്തെയോ വലിയ കോടീശ്വരൻ ഗൗതം അദാനിയാണ്. ഇപ്പോൾ 10 കൊല്ലം മുമ്പ് അദ്ദേഹം ലോകത്തെ 680ാമത്തെ കോടീശ്വരനായിരുന്നു. ഇപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ കോടീശ്വരനാണ്. മൂലധനമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾ ഈ സ്വകാര്യ മൂലധനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയോ? അങ്ങനെയാണോ വികസനം വരേണ്ടത്? അപ്പോൾ നമ്മളിപ്പോൾ ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറയില്ലേ, പരമാവധി ഡെവലപ്മെൻറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ പരമാവധി ആനുകൂല്യങ്ങൾ സ്വകാര്യ മൂലധനം ഇറക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണോ വേണ്ടത്? അതോ പബ്ലിക് ഫണ്ട് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിന് ധനസമാഹരണം നടത്തി ജനങ്ങളുടെ വികസനം നടത്തുകയാണ് വേണ്ടത്? എന്താണ് താങ്കളുടെ അക്കാര്യത്തിലെ ഐഡിയ? എന്താണ് സുസ്ഥിര വികസനം? ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെ എനിക്ക് തോന്നുന്നു അഭിലാഷ് ചോദിച്ച ചോദ്യത്തിനേക്കാൾ ആദ്യം എനിക്ക് ശ്രീജിത്തിനോട് അഭിലാഷ് ചോദിച്ച ചോദ്യത്തെ ഞാൻ കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യാം. ഈ വികസനം, ജനാധിപത്യം വികസനത്തിന് ആവശ്യമുണ്ടോ? അല്ലേ, വികസനം നടപ്പാക്കാൻ ജനാധിപത്യം ആവശ്യമുണ്ടോ? സത്യത്തിൽ ആവശ്യമില്ല എന്നതാണ് മറുപടി. കാരണം നാം സംസാരിക്കുന്നത് സുസ്ഥിര വികസനത്തെ പറ്റിയാണ്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വികസനത്തെ പറ്റിയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഭാവി തലമുറയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ വികസനം സുസ്ഥിര വികസനമാകുന്നത്. അപ്പോൾ വികസനം നടത്താൻ ജനാധിപത്യം ആവശ്യമില്ല എന്ന് തെളിയിച്ച രാഷ്ട്രമാണ് ചൈന. അവിടെ അവരുടെ ജനങ്ങളോട് മാത്രമല്ല, ലോകത്തെ ഒരാളോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ അവിടെ വികസനം നടപ്പാക്കുന്നു. അതിന് പ്രകൃതി ചൂഷണമായാലും ജനങ്ങളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കലായാലും ഔട്ട്പുട്ട് മാത്രം ലക്ഷ്യമാക്കി പോകുമ്പോൾ വികസനം നടക്കും. നമ്മൾ ഈ പറയുന്ന സുസ്ഥിര വികസനം നടക്കില്ല. അപ്പോൾ വികസനം നടത്താൻ ജനാധിപത്യം വേണ്ട. ഏത് ഭരണക്രമത്തിലും വികസനം ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം വെക്കുന്ന വികസനം സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. കാരണം ഈ നാട്ടിലുള്ള ഒരു വിഭവശേഷിയും നമുക്ക് മാത്രം ഉപയോഗിച്ച് തീർക്കാനുള്ളതല്ല.
വരുന്ന തലമുറയ്ക്ക് ഒരു കരുതൽ, വരുന്ന തലമുറയെ കൂടി കരുതുമ്പോഴാണ് വികസനം സുസ്ഥിര വികസനമാവുക. അപ്പോൾ സുസ്ഥിര വികസനം നടപ്പാക്കണമെങ്കിൽ തീർച്ചയായും ജനാധിപത്യം വേണം. വികസനം നടപ്പാക്കാൻ ജനാധിപത്യം വേണ്ട. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സുസ്ഥിര വികസനമാണ് ആവശ്യം. നമ്മുടെ ഭരണാധികാരികൾ എല്ലാവരും സംസാരിക്കുന്നത് സുസ്ഥിര വികസനത്തെ പറ്റിയാണ്. പക്ഷെ നോക്കൂ, പലപ്പോഴും ഈ നാട്ടിൽ ഇന്നുള്ള വിഭവങ്ങൾ എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എൻ്റെ എൻ്റെ ഗ്രീഡ്, അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ എല്ലാമായി. കാരണം എനിക്ക് കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ നേടലാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് വരുമ്പോൾ സമൂഹത്തെ പറ്റിയുള്ള ചിന്തകൾ കുറയും. അപ്പോൾ നാം മുൻപോട്ടേക്ക് വെക്കുന്ന, ഭാരതം മുൻപോട്ടേക്ക് വെക്കുന്ന വികസന സങ്കല്പം എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ഈ ഭാവിയെ കൂടി കരുതുന്ന ഒരു വികസനമാണ്. അതിന് നമുക്ക് ഏതെങ്കിലും കാഷ്വാലിറ്റി ഇല്ലാത്ത വികസനം, അതുതന്നെയാണ് ഈ സുസ്ഥിര വികസനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നാരായണ ഗുരുദേവൻ കൃത്യമായി പറഞ്ഞില്ലേ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന ഒരു സങ്കല്പം. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്ന് പറഞ്ഞ നമ്മളുടെ ഒരു സങ്കല്പമുണ്ടല്ലോ. ആ സങ്കല്പം ഭരണക്രമത്തിൽ കൂടി വരുമ്പോഴാണ് നമ്മളുടെ വികസന പദ്ധതികളൊക്കെ സുസ്ഥിരമാകുന്നത്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, അപ്പോൾ ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞു, ഗൗതം അദാനി, അംബാനി, ടാറ്റ, ബിർള, ആരുമായിക്കൊള്ളട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യവസായി പണമുണ്ടാക്കുന്നത് തെറ്റാണ് എന്ന സങ്കല്പം എന്തായാലും നമുക്കില്ല. ഭാരതത്തെ സംബന്ധിച്ചോളം സമ്പത്ത് എന്നുള്ളത് ആരെങ്കിലും സ്വരുക്കൂട്ടുന്നത് തെറ്റാണെന്നോ സമ്പത്തുണ്ടാകുന്നത് തെറ്റാണെന്നോ എന്നുള്ള ഒന്ന് ചിന്താപദ്ധതിയൊന്നും എനിക്കില്ല. ഭാരതത്തിലെ പലർക്കും ഉണ്ടാകില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും ഉണ്ടാകില്ല. സമ്പത്ത് വളരെ അത്യാവശ്യം തന്നെയാണ്. പിന്നെ അങ്ങ് ചോദിച്ചൊരു ചോദ്യം, അതിന് എത്രമാത്രം സർക്കാരുകൾ ഫെസിലിറ്റേറ്റർ ആകാം? അതൊരു വളരെ കാതലായ ഒരു ചോദ്യമാണ്. കാരണം സർക്കാരുകളുടെ നയങ്ങൾ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം അനുകൂലിക്കുന്ന നയമാണ് എങ്കിൽ തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ ആ വികസനത്തെ നമുക്ക് സുസ്ഥിര വികസനം എന്ന ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. അത് ഉറപ്പ് തന്നെയാണ്. അത് തീർച്ചയായും വ്യക്തി കേന്ദ്രീകൃതമാകും. വ്യക്തി കേന്ദ്രീകൃതമായി ഒരാളിൽ മാത്രം സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ ഒരു സമൂഹത്തിനും അംഗീകരിക്കാവുന്നതുമല്ല. അത് ഭാവിയെ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി സമ്പന്നനായി പോയി എന്നതൊരു കുറ്റമായോ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ ഒരു ശത്രുവായോ കാണുന്ന ഒരു നിലപാടും ഭാരതം ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കുന്നുമില്ല. യെസ്, അവിടെ ശ്രീജിത്ത്, ഇപ്പോൾ ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതേപോലെ തന്നെ ഈ തൊഴിലില്ലായ്മ എടുത്താൽ യുവാക്കളിലെ തൊഴിലില്ലായ്മ വളരെ ഉയർന്നു നിൽക്കുന്ന രാജ്യം കൂടിയാണ്. മഹാത്മാഗാന്ധിയൊക്കെ ആളുകൾ ഉദ്ധരിക്കാറുണ്ട്, ഞാനൊരു നയ തീരുമാനം എടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിലുണ്ടാവേണ്ടത്, അവന് വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഭരണാധികാരികൾ, അത് സ്റ്റേറ്റിലാവട്ടെ അതല്ലെങ്കിൽ ഈ രാജ്യത്താകെ ആവട്ടെ, ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്താണ് ആ ഭരണാധികാരിയുടെ പ്രയോറിറ്റി ആയി വേണ്ടത്? ബിസിനസ് നടക്കണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു ഭരണാധികാരിക്ക് സുസ്ഥിര വികസനം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയുക? ഇതിലൊരു ട്രേഡ് ഓഫ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏത് പരിധിവരെ വികസനമാകാം, ഏത് പരിധിവരെ പ്രകൃതിയെ ചൂഷണം ചെയ്യാം, നമ്മുടെ വിഭവങ്ങളെ ഏത് പരിധിവരെ ഉപയോഗിക്കാം, അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അതുവഴി ജനങ്ങൾക്ക് കുറേയധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. ഇപ്പോൾ ഈ ഒരു ഹാൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. കൊച്ചിയിൽ നിരവധി ഹാളുകളുണ്ട്. എങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹാൾ ആയിക്കൂടെ എന്ന് കിൻഫ്ര ചിന്തിച്ചോ? ഇല്ല, സ്വന്തമായിട്ടൊരു ഹാൾ ആകാം എന്ന് ചിന്തിച്ചു. ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും, എല്ലാ വ്യവസായ സ്ഥാപനങ്ങളായിക്കോട്ടെ കോർപ്പറേറ്റുകളായിക്കോട്ടെ, അതിൽ പലർക്കും ഇതേപോലത്തെ ഹാൾസ് ഉണ്ട്. ഇതിന് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാംസ് നടക്കുന്ന സമയം എത്രത്തോളം കാർബൺ എമിഷൻസ് ഇവിടെ ഉണ്ടാകും? ഈ ഒരു ഹാളിൽ തന്നെ ഇത് ശീതീകരിക്കുന്നതിന് വേണ്ടി എത്രത്തോളം എയർ കണ്ടീഷൻ സിസ്റ്റംസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാകും? വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ കുപ്പിയിൽ വെള്ളമുണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാനും കഴിയില്ല. കാരണം നമ്മുടേതായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക്, കൂട്ടായ്മകൾക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടാകണം. അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കംഫർട്ട് എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പോൾ അതിന് നമുക്കൊരു ട്രേഡ് ഓഫ് ഉണ്ട്. ആ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫോറസ്റ്റേഷൻ പരിപാടിയോ
അല്ലെങ്കിൽ വൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുക തുടങ്ങിയ പദ്ധതിയോ ഒക്കെ തന്നെ ഇവരെല്ലാവരും തന്നെ ചെയ്യുന്നുണ്ടാകും. ഒരുപക്ഷേ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടും ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് തന്നെ ഓക്സിമോറോണാണ്. രണ്ടും കൂടി കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും പറയുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഒരു നയം രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നയം രൂപീകരിക്കണമെന്ന് ഇപ്പോൾ ചോദിച്ചല്ലോ. ഏതൊരു നയവും രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ 3 കാര്യങ്ങൾ പരിഗണിക്കപ്പെടണം. ഒന്ന് പീപ്പിളാണ്, ആൾക്കാരാണ്. ഈ ഒരു നയം കൊണ്ടുവരുന്നത് കൊണ്ട് ആൾക്കാർക്ക് എന്ത് ഗുണപരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്, എത്രത്തോളം ദോഷമാണ് നമ്മളവിടെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ടാമത് പ്ലാനറ്റാണ്. എൻവയൺമെൻറ്റിനെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് നമുക്ക് എത്രത്തോളം കുറച്ച് കൊണ്ടുവരാം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മൂന്നാമത് മാത്രമാണ് പ്രോഫിറ്റ്സ് ഉണ്ടാകേണ്ടത്. പ്രോഫിറ്റ്സ് എന്ന് പറയുന്നതും എസെൻഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബിസിനസ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല എങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഇന്ത്യ പോലെ ഒരു രാജ്യം വികസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ നമുക്ക് മതിയായിട്ടുള്ള തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഗവൺമെൻറ് ജോലി കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുകയുമില്ല. പിന്നെ ചെയ്യുന്നത് എന്താണ്? കോർപ്പറേറ്റ്സ് ഉണ്ടാകണം, ഇൻഡസ്ട്രീസ് ഉണ്ടാകണം, മറ്റ് പലതരത്തിൽ, അതായത് സർവീസ് ഓറിയൻറ്റഡ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും ഇവിടെ ബിസിനസ്സുകൾ ഉണ്ടാവണം. ഇതെല്ലാം തന്നെ ഒരു തരത്തിൽ ചെയ്യുന്നത് എന്താണ്? വികസനത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് കുറേയധികം ഏരിയകളിൽ കോംപ്രമൈസ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് പ്രകൃതി പരിപാലനം, എൻവയൺമെൻറ്റിൻ്റെ സുരക്ഷ, ഇത് മാത്രമാണ്. പക്ഷേ അത് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്. പട്ടിണി കുറയ്ക്കുക എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിദരിദ്ര വിഭാഗം കേരളത്തിലില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നമ്മളിപ്പോൾ രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ പ്രകൃതിയെ എത്രത്തോളം നമുക്ക് ചൂഷണം ചെയ്യാതിരിക്കാം, അത് ലിമിറ്റ് ചെയ്യാം എന്നത്. പക്ഷേ വികസനം സത്യത്തിൽ സാർത്ഥകമാക്കണമെങ്കിൽ വിശപ്പില്ലാതെയാക്കണം, ദാരിദ്ര്യമില്ലാതെയാക്കണം, വിദ്യാഭ്യാസം സാർവത്രികമാക്കണം, ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വിപുലീകരിക്കണം. അപ്പോൾ ഇതിനോട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിരവധി സ്കീമുകൾ കേന്ദ്രത്തിലുമുണ്ട്, സംസ്ഥാനത്തുമുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. പക്ഷേ അത് എത്രത്തോളം റിയലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വികസനം എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ഗവൺമെൻറ്റുകളുടെ അക്കൗണ്ടബിലിറ്റി അവസാനിച്ചു എന്ന് അവർ കരുതുന്നുണ്ട്. അതിൽ കാര്യമായിട്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാകുന്നില്ല. ആ സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാവുകയും ഈ നേതാക്കന്മാരെ, രാഷ്ട്രീയ പാർട്ടികളെ അതിന് അക്കൗണ്ടബിൾ ആക്കുകയും ചെയ്യുന്ന ഒരു പ്രഷർ ഗ്രൂപ്പ്, പലപ്പോഴും അത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പല സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്ന പല പ്രോജക്റ്റുകളും എതിർക്കപ്പെടുന്നത് ആദ്യം വരുന്നത് അവരുടെ ഭാഗത്തു നിന്നാണ്. അതിന് കാരണം ആ പ്രഷർ ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട താല്പര്യമെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനോട് ഇത് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഏതൊരു പദ്ധതിയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണോ അല്ലയോ എന്നതിനെപ്പറ്റി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പദ്ധതി നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ആൻസർ പറഞ്ഞാൽ 1 പീപ്പിൾ, 2 പ്ലാനറ്റ്, മൂന്നാമത് മാത്രം പ്രോഫിറ്റ്സ്. ഓക്കെ, അവിടെ ശ്രീ ജേക്സ് തോമസ്, ഇപ്പോൾ കേരളം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് പരമ്പരാഗതമായി തന്നെ. ഇനി നീതി ആയോഗിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എടുത്താൽ അത് ഏറ്റവും നന്നായി അച്ചീവ് ചെയ്തിട്ടുള്ള സംസ്ഥാനവും കേരളമാണ്. പക്ഷേ അപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ സമ്പദ്സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ സമ്പദ്സ്ഥിതി വീക്കാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ ഇവിടത്തേക്ക് നിക്ഷേപം വരുന്നില്ല. അപ്പോൾ തന്നെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ജനസാന്ദ്രത എന്ന പ്രശ്നമുണ്ട്, ലാൻഡിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. ഇതര സംസ്ഥാനങ്ങളിലെ പോലെ ഇൻഡസ്ട്രിയലൈസേഷൻ നടത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്ന ഒരു കാര്യവും അവിടെ നിൽക്കുന്നു. അപ്പോൾ സർക്കാർ ഒരു നയം രൂപീകരിക്കുമ്പോൾ ഈ കാര്യത്തിലൊരു ബാലൻസ് എന്നുള്ളത് കൂടി സാധ്യമാക്കണമല്ലോ. വെൽഫെയർ മെഷേഴ്സ് മാത്രം പോരാ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തുന്നുണ്ട്. ഇപ്പോൾ ബജറ്റ് വരാൻ പോവുകയാണ്. ഇപ്പോൾ നീതി ആയോഗ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സും പ്ലസ് ഈ നമ്മുടെ ബ്യൂറോക്രസിയുടെ ഭാരമുണ്ടല്ലോ, പെൻഷൻ, ശമ്പളം തുടങ്ങിയവയെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ സിസ്റ്റത്തെ കുറച്ചുകൂടി ഷ്രിങ്ക് ചെയ്യുകയായിരുന്നെങ്കിൽ കേരളം കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി, ഞാൻ പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ആരോഗ്യമാണ്, ആരോഗ്യത്തോടു കൂടി നിന്നേനെ എന്നുള്ളതാണ്. അപ്പോൾ വികസനം എങ്ങനെ വേണം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ ഭരണാധികാരികൾക്ക്? കേരളത്തിൻ്റെ അനുഭവത്തിലാണ് ചോദ്യം എന്ന് തോന്നുന്നു. അത്തരമൊരു കൺഫ്യൂഷൻ്റെ ഒരു സാഹചര്യം കേരളത്തിലില്ല എന്ന് ഖണ്ഡിതമായി തന്നെ തുടക്കത്തിൽ പറയാൻ പറ്റും. ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. പക്ഷേ ഒരു 2 മിനിറ്റ്
തൊട്ടു മുമ്പ് ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം BJPയുടെ പ്രതിനിധിയും 2 സഹപാനലിസ്റ്റുകളും സംസാരിക്കവേ സൂചിപ്പിച്ച 2 വിഷയങ്ങളോട് വിയോജിപ്പുണ്ട്. അതൊന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു അമീർ അല്ല എന്നുള്ളത് കൊണ്ട് വൻകിട പദ്ധതികളെ നടപ്പിലാക്കുന്നതിൽ നമ്മുടെ നാടിന് ഒരു പോരായ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേരളയിൽ വിരുദ്ധ സമരനായകൻ എന്ന നിലയിൽ മാധ്യമപ്രവർത്തകൻ അങ്ങനെ കൂടെ വിശേഷിപ്പിച്ച ബഹുമാനീയനായ രാഹുൽ അദ്ദേഹം പറയുകയുണ്ടായി, അങ്ങനെ അമീർ ആകാതിരുന്നത് നന്നായി, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൻകിട പദ്ധതികളൊക്കെ കേരളത്തിൽ നടക്കാതിരുന്നത് എന്നുള്ളതാണ്. ഞാൻ സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒത്തുചേരുന്ന സ്ഥലം കൊച്ചിയാണ്. ഇവിടെ നിന്ന് അല്പം മീറ്ററുകൾ മാറിക്കഴിഞ്ഞാൽ കേരളത്തിലെ 2016 കേരളത്തിൻ്റെ ബഹുമാനീയനായ കോൺഗ്രസിൻ്റെ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ദേശീയപാത 45 മീറ്ററിൽ കുറയാതെ 6 വരി പാതയും 2 വരി സർവീസ് റോഡും ഉൾപ്പെടെ 8 വരി പാത കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നമ്മുടെ ഈ കൊച്ചിയെ തഴുകി ഇങ്ങനെ പോകണം എന്ന തീരുമാനമെടുത്ത് അത് പ്രാവർത്തികമാക്കുന്ന ഘട്ടത്തിൽ അതിനുവേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAIയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. ഒരു ഇഞ്ച് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ നമ്മുടെ കേരളത്തിന് 2016 വരെ കഴിഞ്ഞിരുന്നില്ല. അന്നത്തെ മുൻ മുഖ്യമന്ത്രിയുടെ മാധ്യമപ്രവർത്തകരോടുള്ളൊരു പ്രയോഗം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. 15 വർഷം എടുത്താൽ ഈ ആലപ്പുഴ തൊട്ട് സമീപത്ത് കിടക്കുന്ന തുറവൂരിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല. അതായിരുന്നു 2016 കേരളത്തിൻ്റെ ഭരണ നേതൃത്വം കേരളം കേട്ടിരുന്നത്. ഇന്ന് നമ്മൾ 2025 ഫ്യൂച്ചർ സമ്മിറ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഒത്തുചേരുന്ന സമയത്ത് 4 വരി 6 വരി പാതയും 2 വരി സർവീസ് റോഡും ഉൾപ്പെടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ദേശീയപാതയുടെ പണി ഏതാണ്ട് 60% പൂർത്തീകരിച്ചു. ദേശീയപാതയുള്ള ഇന്ത്യയിലെ അഭിമാനകരമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കേരളം നടന്നു നീങ്ങുകയാണ്. അതായത് വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ നിശ്ചയദാർഢ്യം മതി, അതിന് അമീറാകേണ്ടതില്ല എന്ന് ഇന്ത്യയിൽ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്ന മനുഷ്യൻ്റെ പേര് കൂടെയാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കാണാൻ കഴിയും. 2 കാര്യം കൂടെ വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഈ വൻകിട പദ്ധതികൾ ഏതും ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ബഹുമാനീയനായ സന്ദീപിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം കേരളത്തിലൊരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ദിവസം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രിസൈസ്ലി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, മീൻസ് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് സഹജമായ ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ത്വരയോടുകൂടി അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ മുസ്ലിം മത തീവ്രവാദികളെ ഭയക്കാതെ കേരളത്തിൽ ദേശീയപാതയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഗെയിൽ പദ്ധതിയും നടപ്പിലാക്കിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നട്ടലുള്ള മുഖ്യമന്ത്രിയായി അംഗീകരിക്കേണ്ടതായി വരും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഇന്ന് നമ്മൾ കൊച്ചിയിൽ ഒത്തുചേരുമ്പോൾ നമുക്ക് തൊട്ടയൽപ്പക്കത്തുള്ള വീട്ടിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഗെയിൽ പദ്ധതിയുടെ ഭാഗമായി വീട്ടിനുള്ളിൽ പൈപ്പിൽ ഗ്യാസ് കത്തുന്ന സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി. ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ 9 വയസ്സുള്ള ഒരു കുട്ടിയോട് പവർ കട്ട് എന്ത് എന്ന് ചോദിച്ചാൽ അവർ കൈമലർത്തുന്ന അഭിമാനകരമായ അനുഭവമുള്ള നാടായി കേരളം മാറി. ഗെയിൽ പദ്ധതി നടപ്പിലാക്കി, ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തീകരിച്ചു, ദേശീയപാത പൂർത്തീകരണത്തിൻ്റെ വക്കീലാണ്. കൊച്ചിയിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്ന നാടായി മാറി. കൊച്ചി മെട്രോയുടെ പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നു. അങ്ങനെ അഭിമാനകരമായ വലിയ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് കേരളം നീങ്ങുന്നത് കേരളത്തിൽ അമീർമാർ ഭരിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യത്തിൻ്റെ അവകാശത്തിൻ്റെ അന്തസ്സത്തെ കേരളം ഉപയോഗിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ തിരഞ്ഞെടുക്കുന്നവർക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാകണം. എന്തു ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിൽ ശരിയായ വിലയിരുത്തലുണ്ടാകണം. ഒറ്റക്കാരോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവിടെ ബഹുമാനീയനായ സന്ദീപ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ചൈനയെ സംബന്ധിച്ച് മനുഷ്യരെ കാണാതെ അല്ലെങ്കിൽ ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ വികസന പദ്ധതികളെ ആസൂത്രണം ചെയ്യുന്നവർക്ക് എന്തുമാകാം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് ഞാൻ പറയുന്നു, ചൈന ഒരു ഉത്കൃഷ്ട നാടായി എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ കാര്യത്തിലും നമുക്ക് വാർപ്പ് മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മോഡൽ സ്റ്റേറ്റ് ആയിട്ട് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ പ്രത്യേകത എന്താണ്? 2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശമായ വായുവുള്ള, ശ്വസിക്കാൻ വളരെ പ്രയാസമുള്ള ഇന്ത്യൻ തലസ്ഥാനമായി ഡൽഹി തുടരുകയാണ്. 6 or 7 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും, അല്പനാളുകൾക്ക് പുറകിൽ ചൈന ഒളിമ്പിക്സ് നടത്തിയിരുന്നു. ഒളിമ്പിക്സ് നടത്തവേ ചൈനയെ സംബന്ധിച്ച് പുറത്തു കേട്ട ഏറ്റവും വലിയ വാർത്ത ഏറ്റവും മോശം വായുവാണ് ചൈനയിലുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ചൈന എങ്ങനെ മാറി? 2 ആഴ്ചകൾക്ക് പുറകിൽ അന്തർദേശീയ മാധ്യമങ്ങൾ ചൈനയെ സംബന്ധിച്ച് വാർത്ത എഴുതിയത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ ഉപയോഗത്തെ എൻഹാൻസ് ചെയ്തത് വഴി, ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എൻഹാൻസ് ചെയ്തത് വഴി ഇപ്പോൾ CR 450 അല്ലേ, കേരളത്തിനെതിരെയൊക്കെ സമരം നടത്തിയത് നമ്മൾ സന്തോഷത്തോടു കൂടെ ചർച്ച ചെയ്യാം, എനിക്ക് വിയോജിപ്പില്ല. CR 450 എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിൻ. ആ ബുള്ളറ്റ് ട്രെയിനെ നടത്തുന്ന രാജ്യത്തിൻ്റെ പേര് ചൈനയാണ്.
എങ്ങനെയാണ് ചൈന നടത്തിയത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊല്യൂഷൻ ഏറ്റവും കുറച്ചു കൊണ്ടുവന്നു, EV പ്രോത്സാഹിപ്പിച്ചു, പബ്ലിക് ട്രാൻസ്പോർട്ട് എൻഹാൻസ് ചെയ്തു, ലോകത്തിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മനുഷ്യരുള്ള രാജ്യമാക്കി അവരെ മാറ്റിയെടുത്തത് ഇതേ ചൈനയാണ്. നമ്മൾ ഒറ്റ കാര്യം കൂടെ പറയേണ്ടത്, മനുഷ്യരോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 125 രാജ്യങ്ങളാണ് നിലവിലുള്ളത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ വിശപ്പ് മൂലം മരിച്ചു വീഴേണ്ട വരുന്ന ലോകത്തിലെ ആകെ രാജ്യങ്ങൾ 125ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എനിക്കും നിങ്ങൾക്കും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം, തർക്കമില്ല. പക്ഷേ 125 പട്ടിണി രാജ്യങ്ങളിൽ 114ാമത് നിൽക്കേണ്ട വരുന്ന രാജ്യത്തിൻ്റെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളും. അവിടെ ചൈന എന്ത് ചെയ്യുന്നു? മനുഷ്യരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് പറയുന്ന ചൈന ചെറിയൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? UN പറഞ്ഞതാണ് കേട്ടോ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൻ്റെ റേറ്റ് ലോകത്തിൽ കുറച്ചു കൊണ്ടുവരുന്നതിൽ 2024 ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പട്ടിണിയുള്ള മനുഷ്യരെ ഇല്ലാതാക്കി പട്ടിണിയെ റദ്ദു ചെയ്ത ലോകത്തിലെ 1ാമത്തെ രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്ന പേരാണ് ചൈന എന്ന് പറയുന്നത്. നമ്മൾ മാതൃകയാക്കണമെന്നോ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഈ അനുഭവങ്ങളുടെ കൂടെ വെളിച്ചത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. മാതൃകയാക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കെങ്കിലും ചങ്കിലാണ് ചൈന ജയിക്കുന്നത്. എനിക്ക് മാത്രമല്ല, നമുക്ക് വിലയിരുത്താം. പട്ടിണി റദ്ദ് ചെയ്ത എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രാജ്യം വേണോ? ഒരു വരി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ശ്രീ രാഹുൽ, ഇപ്പോൾ ഇവിടെ കൂടംകുളത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനിൻ്റെ കാര്യം, നാഷണൽ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, 3 കാര്യം പറഞ്ഞു. താങ്കൾ അതിന് രാഷ്ട്രീയമായി മറുപടി പറയും. എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയി അല്ലെങ്കിൽ നടന്നില്ല, മറ്റൊരു സർക്കാർ വന്നപ്പോൾ പൂർത്തീകരിച്ചു എന്നുള്ളതല്ല. നമ്മൾ പൊതുസമൂഹത്തെ, ഫ്യൂച്ചർ എന്നുള്ളതാണല്ലോ ഈ കൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഫ്യൂച്ചറിനെ മുൻനിർത്തി കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇലയാണെങ്കിൽ ഒരു പൗരസമിതി പ്രസിഡന്റും ഉണ്ടാവും. ജനകീയ സമരം നമ്മുടെ മലയാള ഭാഷയിൽ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ്. ഒരു പക്ഷേ 1.5 കൊല്ലം കഴിഞ്ഞാൽ താങ്കളുടെ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാം, സർക്കാരുകൾ മാറാമല്ലോ. പക്ഷേ ഈ പറഞ്ഞ വലിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പദ്ധതി, എന്ത് പദ്ധതി വന്നാലും പൗരസമിതിയും സമരവും ജനകീയ സമരവും ഒക്കെ ഉണ്ടാവുകയും സർക്കാരുകൾക്ക് അത്തരം പ്രഷറിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് ഒരു നല്ല മാതൃകയായിരിക്കുമോ ഭാവിയിൽ നമ്മൾ ഫ്യൂച്ചറിനെ കണ്ടാൽ? ആ ചോദ്യത്തിന് എനിക്ക് വിശദമായ മറുപടിയുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയം ഇവിടെ ചർച്ചയാക്കണമെന്ന് ആഗ്രഹിച്ചല്ലോ, പക്ഷേ നിർബന്ധിതമായതുകൊണ്ട് മാത്രം പറയേണ്ടി വരികയാണ്. ഒരേ സമയത്ത് കേരള സർക്കാരിന് വേണ്ടി വാദിക്കുകയും ചൈനീസ് സർക്കാരിനെ ന്യായീകരിക്കേണ്ടി വരികയും ചെയ്ത ശ്രീ ജയ്ക്ക് ഉന്നയിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി പറയാതെ പോവുക നിവർത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇവിടെ ശ്രീ ജയ്ക്ക് അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ സഹപ്രവർത്തകർ വികസനത്തെപ്പറ്റി പറയുന്നതാണ് ഭാവി കേരളത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക. അത് പറയാനുള്ള കാരണം കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും നിർദോഷിയായ ATM കാർഡും തൊട്ട് ട്രാക്ടറിനെതിരെ വരെ സമരം ചെയ്ത ആളുകളാണ് ഇവർ. കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ തിന്നുന്ന ബഗനെന്ന് വിളിച്ചത് തൊട്ട് ഇപ്പോൾ അദ്ദേഹം ഏറ്റവും അഭിമാനത്തോടു കൂടി ഇപ്പോൾ AI-ക്ക് അനുകൂലമാണ്. അപ്പോൾ AI-ക്ക് അനുകൂലമാണ്. കമ്പ്യൂട്ടർ വന്നെങ്കിൽ മാത്രമായിരുന്നു AI ഉണ്ടാവുക. കമ്പ്യൂട്ടറിനെ തൊഴിൽ തിന്നുന്ന ബഗനെന്ന് പറഞ്ഞ പാർട്ടിയുടെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം AI-ക്ക് വേണ്ടിയിട്ട് ന്യായീകരിച്ചപ്പം വയലാർ എഴുതുമോ ഇത്ര മനോഹരമായി എന്ന് ചോദിച്ച സിനിമാ വാചകം എനിക്ക് ഓർമ്മ വന്നത്. അത് പോകട്ടെ. ഇപ്പം ശ്രീ ജയ്ക്ക് ഇവിടെ അഭിമാനത്തോടു കൂടി പറഞ്ഞ ചില പദ്ധതികളുടെ ഒരു പൂർവ്വകാലം ഉണ്ടല്ലോ. ഇവിടെ ജയ്ക്ക് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ? ഗെയിൽ യാഥാർത്ഥ്യമാക്കി. ഗെയിലിനെതിരെ സമരം ചെയ്താരാ? ഇവർ തന്നെയല്ലേ. ഭൂമിക്കടിയിലെ ബോംബാണ് ഗെയിൽ എന്ന് പറഞ്ഞ് നാടായ നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ ആളല്ലേ ഇന്ന് കേരളത്തിൻ്റെ വ്യവസായ ഉപമന്ത്രി ശ്രീ P. രാജീവ്. എൻ്റെ മൃതശരീരത്തിലൂടെ അല്ലാതെ ഒരൊറ്റ വിമാനം ഈ കൊച്ചിയിലെ ഈ നിലത്തിൽ വന്ന് ലാൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ S. ശർമ്മ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും ബഹുമാനായ CPM നേതാവ് പിന്നീട് ആ കൊച്ചിൻ എയർപോർട്ട് അടങ്ങുന്ന ആ അതോറിറ്റിയുടെ ചെയർമാനാകുന്ന കാഴ്ചയും ഈ കേരളം തന്നെയല്ലേ കണ്ടത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ ദേശീയപാത വികസനത്തിനെതിരായിട്ട് കേരളത്തിൽ സമരം ചെയ്ത ശ്രീ മുരളി അടക്കമുള്ള ആളുകൾ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണ്? ഇവരുടെ നേതാക്കന്മാർ തന്നെയല്ലേ. അദ്ദേഹത്തെ പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കുകയോ മറ്റോ ചെയ്തു. ഈ ദേശീയപാതയ്ക്കെതിരായിട്ട് സമരം ചെയ്ത ആളെ. അപ്പോൾ ഒരു കാലത്ത് ഏറ്റവും മിനിമം ഈ സിനിമയിൽ പറയുന്ന പോലെ രണ്ടും കൂടെ വേണ്ടാലോ. ഒന്നുകിൽ നിങ്ങൾ മുൻപ് ചെയ്തിരുന്ന സമരങ്ങൾ തെറ്റാണെന്ന് പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട് തെറ്റാണെന്ന് പറയുക. ഇത് രണ്ടും കൂടെ ഒത്തുപോകാനുള്ളൊരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലവിലില്ല. നമുക്കെല്ലാവർക്കും അൽഷിമേഴ്സ് വരുന്നൊരു കാലത്ത് ശ്രീ ജയ്ക്കിൻ്റെ എല്ലാ വാദത്തെയും നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാം എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ മറുപടിയായിട്ട് പറയാനായിട്ടുള്ളത്. ഇവിടെ ആരാണ് വികസനത്തിനെതിരെ? ഇവിടെ ഈ കൊച്ചിയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കും. കൊച്ചിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. ഈ പാർക്ക് യാഥാർത്ഥ്യമായത് ആരുടെ സർക്കാരിൻ്റെ കാലത്താണ്? ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവരെത്രയും എതിർത്ത ഈ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വിമാനത്താവളമായി മാറിയ കൊച്ചി വിമാനത്താവളം UDF സർക്കാരിൻ്റെ കാലത്തെ പദ്ധതിയല്ലേ. മെട്രോയെ പറ്റി പറഞ്ഞു. ഈ മെട്രോ ഉദ്ഘാടനം ചെയ്തവരാണ് ശ്രീ ഉമ്മൻചാണ്ടി അല്ലേ. അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു ആ എയർപോർട്ടിലേക്കുള്ളൊരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കേരളം കഴിഞ്ഞ
8-9 വർഷക്കാലമായിട്ട് കാത്തിരിക്കുകയല്ലേ. ഇനി ഇവരിങ്ങനെ നിരന്തരമായി ദേശീയപാത ഞങ്ങൾ ഭൂമി ഏറ്റെടുത്തു എന്ന് പറയുന്നു. എങ്ങനെ ഏറ്റെടുത്തു ശ്രീ അഭിലാഷേ? 2013 ആണ്ടിൽ ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ, അന്ന് ഇവർ ഒരുപാട് വിമർശിച്ച ആളാണ് ശ്രീ മൻമോഹൻ സിംഗ്. ആ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഭൂമിക്ക് ന്യായവില കൊടുക്കുവാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ ആളുകളെല്ലാം വസ്തു വിട്ടു കൊടുത്തത്. അപ്പോൾ അതടക്കമുള്ള പൂർവ്വകാല ചരിത്രം നമ്മുടെ കൺമുന്നിൽ യാഥാർത്ഥ്യങ്ങളായി ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമ്മളൊരു മടിയും മര്യാദയും ഇല്ലാതെ ഇങ്ങനെ പുതിയ വാദങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ അതിവേഗ ട്രെയിൻ വേണം, ആരും എതിരല്ല. പക്ഷേ എംബാങ്ക്മെൻറ്റ് കെട്ടി കേരളം പോലെ ഒരു ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള സ്റ്റേറ്റിനെ, ഫ്ലഡ് പ്രോൺ ആണ് കേരളം എന്ന് 2019 ശേഷം ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. ഫ്ലഡ് പ്രോൺ ആയ ഒരു സ്റ്റേറ്റിൽ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നാട്ടിൽ നടുക്കൂടെ എംബാങ്ക്മെൻറ്റ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ കേരളയിൽ തന്നെ ഞങ്ങൾ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കണ്ടേ? പറച്ചിൽ കേട്ടാത്തൊന്നും എതിർത്തതുകൊണ്ട് മാത്രമാണ് പിന്നെ കേരളയിൽ വരാത്തതെന്ന്. അടുത്ത മാസത്തെ ശമ്പളം 9-ാം തീയതി കൊടുക്കുന്നത് അഭിമാനമായി, കഴിഞ്ഞ മാസത്തെ ശമ്പളം അടുത്ത മാസം 9-ാം തീയതി കൊടുക്കുന്ന അഭിമാനമായി എഴുന്നേറ്റ് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മന്ത്രിയുള്ള നാട്ടിൽ നിന്നിട്ടാണ് 1.5 ലക്ഷം കോടി രൂപയുടെ കേരളയിനെ പറ്റി പറയുന്നത്. അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വാദത്തുള്ള മറുപടിയാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് ഞാനത് പൂർണ്ണമായിട്ട് വിട്ടു. ചൈനയെ പറ്റി പറഞ്ഞ ആർഗ്യുമെൻറ്റുകൾക്ക് തൽക്കാലം ഞാൻ മറുപടി പറയുന്നില്ല. പുതിയ ചില പഠനങ്ങൾ വരുന്നുണ്ടല്ലോ, പുതിയ ചില പഠനങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് കോവിഡിനെ പറ്റിയൊക്കെ ഒരുപാട് പറയേണ്ടി വരും. ഞാനത് വിട്ടു. ചങ്കിൽ തന്നെ ഇരിക്കട്ടെ ചൈന. പിന്നെ നമ്മൾ വികസനത്തെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പം ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. അത് പിന്നെ നമ്മുടെ ഈ കേരളം അതിദരിദ്രരില്ലാത്ത നാടാണെന്ന് രാഷ്ട്രീയ ഭേദമന്യേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫോൾസ് വാനിറ്റിയാണ്. നമ്മളെന്താണ് ഈ ദാരിദ്ര്യ രേഖ, ഹങ്കർ ഇൻഡെക്സിനെയും അതുപോലെ പോവർട്ടി ഇൻഡെക്സിനെയും താഴെത്തട്ടിൽ കൊണ്ടുവച്ചിട്ട് ബെയർ മിനിമം ഫുഡ് ഒരു ദിവസം കൊടുത്താൽ അവൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണെന്ന് പറയുന്നതിനെ ഇതാണ് അതിദരിദ്രരില്ലാത്ത നാടെന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയുള്ളത്? നമ്മളിപ്പോഴും പറയുകയാണ്, നമ്മളൊരു ഫോൾസ് വാനിറ്റിയിൽ നിൽക്കുകയാണ്. കേരളത്തിൽ പട്ടിണിയില്ല. ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു കഴിച്ചു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് മധു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം തച്ചു കൊന്ന നാട്ടിൽ നിന്നിട്ടാണ് നമ്മൾ പറയുന്നത് അതിദരിദ്രരില്ല എന്ന്. നമ്മളതാണ് പറഞ്ഞത് ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം നമ്മളത് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. ഈ നാട്ടിലെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞത് ഈ ലക്ഷൂറിയസ് അല്ലെങ്കിൽ എക്സ്ട്രാവാഗൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകളല്ല, ഏറ്റവും ബെയർ മിനിമം ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ കൈപ്പിടിയിലെത്താതെ നമ്മൾ കേരളം അതിദരിദ്രരില്ലാത്ത നാടാണ് എന്ന് ഇങ്ങനെ നിരന്തരമായി ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കി അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കസേരയും വലിച്ചിട്ടിട്ട് അതിൽ കയറി ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങളായിട്ടും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വികസനം എന്ന് പറയുന്നത് അങ്ങ് ഇവിടെ ഗാന്ധിയുടെ നല്ല ഉദാഹരണം ഉദാഹരിച്ചു. ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരുടെയും ജീവിതത്തെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്പർശിച്ച് കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്കതിനെ വികസനമെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതല്ലാത്തതിനെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന നാടിൻ്റെ കൂടി പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ വികസനത്തെപ്പറ്റി അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതിയല്ല ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നാം അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളുടെയും എല്ലാ ബേസിക് റൈറ്റുകളുടെയും ഈ ചർച്ചയുടെ പോലും അടിസ്ഥാനം ഇന്ത്യയുടെ ജനാധിപത്യമാണ് എന്ന അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളിലേക്കും എല്ലാ മനുഷ്യന്മാരിലേക്കും ആ വികസനത്തിൻ്റെ സ്പർശനം എത്താതെ അത് പൂർണ്ണമാകുമെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രീ സന്ദീപ് വചസ്പതി പറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, വളരെ നിർദോഷമായി പറഞ്ഞു പോവുകയാണ്, നാട്ടിൽ പണക്കാരുണ്ടാകുന്ന ഒരു തെറ്റാണ്. നാട്ടിൽ പണക്കാരുണ്ടാകുന്ന തെറ്റല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പരമാവധി പണക്കാരുണ്ടാകണം. കാരണം പരമാവധി പണക്കാരുണ്ടായാലേ ആ പണക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റേറിയൻ സൊസൈറ്റിക്ക് ഇവിടെ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. അതിനെ ഉപയോഗിക്കുന്ന ഒരു തൊഴിലാളി സമൂഹത്തിനൂടെ ഉയർന്നു വരാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ പണക്കാരനാകുന്ന ഏത് മാനദണ്ഡത്തിലൂടെയാണെന്നുള്ളതാണ് പ്രശ്നം. ശ്രീ ഗൗതം അദാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകുന്നതിനകത്ത് നമുക്കൊരു അഭിമാനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ ഗൗതം അദാനിയെ മാത്രം പണക്കാരനാക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ 150 കോടി മനുഷ്യന്മാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം അംബാനി മാത്രം പണക്കാരനായിക്കോ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം. ശരി. അവിടെ ശ്രീ സന്ദീപ്, ഇപ്പോൾ ചൈന ചങ്കിൽ വേണോ അതോ ശത്രുവായി വേണോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ലോകം മുഴുവൻ ഡീപ് സീക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ചൈനയുടെ AI മോഡൽ ഇപ്പോൾ അമേരിക്കൻ ഓഹരി വിപണികളിൽ വലിയ തകർച്ചയ്ക്ക് കാരണമായി. കാരണം കുറഞ്ഞ കമ്പ്യൂട്ടിംഗ് ശേഷി ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ ChatGPT അടക്കമുള്ള AI ടൂളിന് വേണ്ടതിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവ് ആവശ്യമുള്ള AI. ഇപ്പോൾ പൊതുവേ നമ്മൾ ചൈനീസ് സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. AIയുടെ കാര്യത്തിലും അങ്ങനെ സാധിച്ചിരിക്കുന്നു. വലിയൊരു ഡിസ്റപ്ഷനാണ്. അതുപോലത്തെ ഒരു ഡിസ്റപ്ഷൻ സാധ്യമാക്കാൻ ചൈന പോലൊരു രാജ്യത്തിന് കഴിയുമ്പോൾ
വരുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇന്ത്യ ആ നിലയിൽ എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട്, അതിന് ഈ പറയുന്ന കമ്പൽഷൻസ് ഒക്കെ തടസ്സമാവുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ആ ചോദ്യം അഡ്രസ്സ് ചെയ്തതിന് പോയി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രാഷ്ട്രീയത്തെ സ്പർശിക്കാതെ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് സമ്മതിക്കില്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞത്. ഞാനെന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയെ രൂക്ഷമായി വിമർശിച്ചതുപോലെയാണ് ശ്രീമൻ ജെയ്ക്ക് ആവേശത്തോടെ ചൈനയ്ക്ക് വേണ്ടി വാദിച്ചത്. അപ്പോൾ അതിന് ഇവിടെ കൃത്യമായി ചില മറുപടികൾ സഹപാനലിസ്റ്റ് പറഞ്ഞതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഈ ചൈനയാണ് മാതൃക, ചൈനയുടെ ചെലവ് കുറഞ്ഞ AI ആണ് ഇന്ത്യയും പിന്തുടരേണ്ടത് എന്നൊക്കെയുള്ള അഭിപ്രായം വളർന്നു വരുന്ന തലമുറയ്ക്കെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഓരോരുത്തരും ഗൗരവമായി സ്വയം ഒന്ന് ചോദിച്ചു നോക്കേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് ചൈന മാതൃകയാകുന്നത്? ഇവിടെ ചൈനയിൽ ഒളിമ്പിക്സ് നടത്തിയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ചൈനയിലെ എന്താ പറയുന്നത്, ഈ സ്വപ്നം കണ്ട കിനാശ്ശേരി എന്ന് പറഞ്ഞതുപോലെ കേരളം സമത്വസുന്ദരമായ ഒരു കേരളം കാണണമെങ്കിൽ എല്ലാ ദിവസവും ദേശാഭിമാനി മാത്രം വായിച്ചാൽ മതി. സ്ത്രീ പീഡനമില്ലാത്ത, മോഷണമില്ലാത്ത, പട്ടിണിയില്ലാത്ത, കൊലപാതകമില്ലാത്ത, തട്ടിക്കൊണ്ടുപോകലില്ലാത്ത, ബലാത്സംഗമില്ലാത്ത ഒരു കേരളം കാണണമെങ്കിൽ കൈരളി ചാനലും ദേശാഭിമാനിയും മാത്രം സ്ഥിരം പ്രേക്ഷകരായാൽ മതി എന്നതുപോലെയാണ് ചൈനയുടെ അവസ്ഥ. ചൈന പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നറിയാത്തവരൊന്നുമല്ല ഇവിടെ വന്നിരുന്ന് ചൈനയെ പ്രകീർത്തിക്കുന്നത്. ഗൂഗിളോ ഫേസ്ബുക്കോ പോലും നിരോധിതമായ ഒരു രാജ്യത്ത് സ്വന്തം പൗരന്മാരെ 24 മണിക്കൂറും സ്റ്റേറ്റ് സർവെയിലൻസിൽ വെക്കുന്ന ഒരു രാജ്യത്ത് നാളെ മുതൽ ഭർത്താവ് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടിയെ മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതി എന്ന തിട്ടൂരത്തിന് വഴങ്ങുന്ന 180 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, ആ രാജ്യമാണോ നിങ്ങൾക്ക് മാതൃകയാകേണ്ടത്? അവരുടെ AI മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ ചൈനയെ പ്രകീർത്തിക്കുന്ന നേതാവ് നാളെ മുതൽ ഈ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിന് ഒറ്റക്കുട്ടി മതി എന്ന് പറഞ്ഞ ഒരു സർക്കാർ നയം കൊണ്ടുവന്നാൽ താങ്കൾ അംഗീകരിക്കുമോ? എവിടെയാണ് നമുക്ക് ചൈനയോട് ഇത്രയങ്ങ് ഭ്രമം വരുന്നത്? ഞാനതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചല്ല ഈ വേദിയിലേക്ക് വന്നത്. ഞാൻ ആമുഖമായി അതുകൊണ്ടാണ്, എന്നോട് ചോദിക്കാത്ത ചോദ്യമായതുകൊണ്ടും ഞാനത് അഡ്രസ്സ് ചെയ്ത് തന്നെ പറഞ്ഞത്. വികസനം നടപ്പാക്കാൻ ഒരു ജനാധിപത്യവും വേണ്ട, ഏകാധിപതി മാത്രം മതി. നാളെ മുതൽ നീ നിൻ്റെ ഭാര്യയോടൊപ്പം കിടക്കണ്ട, നീ ആഴ്ചയിൽ ഇത്ര ദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മതി, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ട, നാളെ മുതൽ ചേരി ഒന്നാണ് ഒഴിഞ്ഞു പോകണം. നാളെ ഇവിടെ ഒളിമ്പിക്സ് വരികയാണ്. ഒളിമ്പിക്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ ഒളിമ്പിക്സ് നടന്ന സമയത്ത് ചൈനയിൽ പോയ പത്മശ്രീ KJ യേശുദാസുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊന്നും ഇവിടെ കോട്ട് ചെയ്യുന്നില്ല. എങ്ങനെയാണ് ചൈന ഒളിമ്പിക്സ് നടത്തിയെന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അന്ന് ചൈനയിൽ പോയിട്ടുള്ളവരോട് ചോദിക്കണം. ആ മോഡലാണോ നമുക്ക് വേണ്ടത്? അതാണോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സുസ്ഥിരമായ മാതൃക? ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എപ്രകാരമുള്ള വാർത്തകളാണ്? അവിടെ ജനാധിപത്യമുണ്ടോ? മാധ്യമ സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ചൈനയിൽ? ചൈനീസ് ഗവൺമെൻറ് മോണിറ്റർ ചെയ്യാത്ത ഒരു മാധ്യമവും അവിടെ ഇല്ല. സെൻസർഷിപ്പിൽ ഏർപ്പെടാത്ത ഒരു വാർത്തകളും ചൈനയിൽ നിന്ന് പുറത്തു വരില്ല. അതാണോ നിങ്ങളുടെ ഇൻഡെക്സ്? അതിനെയാണോ നിങ്ങൾ മാതൃകയാക്കി ഇന്ത്യയിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പലർക്കും. മുമ്പ് പറഞ്ഞതുപോലെ ഭാരതം അങ്ങനെ ഒരു രാഷ്ട്രമല്ലാത്തത് കൊണ്ട്, ഭാരതീയർ അത്ര ഗതികെട്ട ജനതയല്ലാത്തത് കൊണ്ട് അതൊന്നും ഇവിടെ നടപ്പായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചൈന 64 ആക്രമിച്ചപ്പോൾ ഇവിടുത്തെ പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാനതൊന്നും പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊന്നും മാതൃകയായി വന്നിരുന്നു ഇവിടുത്തെ കൊട്ടിഘോഷിക്കരുത്. പക്ഷേ കേരളത്തിൽ വലിയ വികസനമാണ് നടപ്പായത് പോലും. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ അധികാരം 2014 ഒഴിയുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 3.25 ലക്ഷം കോടി രൂപയാണ്. അന്ന് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം എത്ര ലക്ഷം കോടിയാ? ഭാവി കേരളത്തിൻ്റെ സമുജ്വലമായ ഒരു ഭാവി കരുപ്പിടിപ്പിക്കുന്നതിന് ആവശ്യമായ എന്ത് പദ്ധതിയാണ് കഴിഞ്ഞ 9 വർഷം കേരള സംസ്ഥാനം നടപ്പാക്കിയത്? ഹൈവേ വികസിപ്പിച്ചതാ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ദേശീയപാതയുടെ വീതി 60 മീറ്ററാ. എന്തുകൊണ്ടാണ് കേരളത്തിൽ 45 മീറ്ററായി പോയത്? VS അച്യുതാനന്ദൻ ഇവിടെ നിന്ന് കേന്ദ്രത്തിന് കത്തയച്ചു.
കേരളത്തിൽ നിന്ന് 60 മീറ്റർ ദേശീയപാത വേണ്ട. അതാണ് വികസനം. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നടപ്പാക്കി പോലും. കേന്ദ്രം ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വില കൊടുക്കാൻ തയ്യാറായപ്പോൾ ജനങ്ങൾ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായി. ഇവരുടെ ചെങ്കൊടി മടക്കി ഇവർ താത്തു വെച്ചപ്പോൾ കേരളത്തിൽ മുടങ്ങിപ്പോയ എല്ലാ പദ്ധതികൾക്കും ജീവൻ വെച്ചു. സത്യമാണ്. ഓരോന്നിവിടെ എണ്ണി പറഞ്ഞല്ലോ. അത് വിഴിഞ്ഞമായാലും സിയാൽ പദ്ധതിയായാലും ഗെയിൽ പദ്ധതിയായാലും ദേശീയപാതയായാലും എന്ത് പദ്ധതിയായാലും ആരായിരുന്നു ശകുനം മുടക്കികൾ? ADB വന്നപ്പോൾ ആരാണ് കരണത്തടിച്ച് വിട്ടത്? ചാണകത്തിൽ ചൂലിന് മുക്കി അടിക്കണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? ഇവിടെ ഉന്നത വിദ്യാഭ്യാസം, ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയാണല്ലോ. കേരളത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് കോവളത്ത് ഒരു സമ്മിറ്റ് നടത്തിയപ്പോൾ അമേരിക്കൻ അംബാസഡറും വിദ്യാഭ്യാസ വിശിഷ്ടനുമായ ഡോക്ടർ TP ശ്രീനിവാസനെ ഒരു മുലകുടി മാറാത്ത പയ്യൻ കരണത്തടിച്ച് താഴെ വീഴ്ത്തിയില്ലേ? അതാണ്, ആ മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത്? അതാണോ സുസ്ഥിര വികസനം? അതൊന്നുമല്ല സുസ്ഥിര വികസനം. അപ്പൊ അതൊന്നും മുമ്പ് പറഞ്ഞതുപോലെ നാട്ടുകാരെല്ലാവരും ദേശാഭിമാനി മാത്രം വായിക്കുന്ന കിനാശേരിയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാ. ശരി, അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള വികസനമല്ല വേണ്ടത്. വികസനത്തിന് പലവിധങ്ങളായ മോഡലുകളൊക്കെ ഉണ്ടാകാം. പിന്നെ ഇവിടെ അദാനിയും അംബാനിയും ഒന്നും നരേന്ദ്രമോദി വന്നപ്പോൾ ഉണ്ടാക്കി വിട്ട കുടത്തിൽ നിന്നും തുറന്നു വിട്ട ഭൂതങ്ങളൊന്നുമല്ല. അങ്ങനെയുണ്ടെങ്കിൽ അംബാനിയുമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദ് ചെയ്യുമോ? വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അദാനിയെ ചുവപ്പ് പരതാനി വിരിച്ച് തിരുവനന്തപുരത്തേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് ആരാ? കരുണാദാനി ക്ലിഫ് ഹൗസിലും കന്റോൺമെന്റ് ഹൗസിലും ഒരേപോലെ പോയി സ്വീകരണം ഏറ്റുവാങ്ങിയില്ലേ? രണ്ടുപേരും ക്രെഡിറ്റ് എടുത്തില്ലേ? കരുണാദാനിയെ മകനെ പോലെ ചേർത്ത് പിടിക്കുന്ന കേരള മുഖ്യമന്ത്രിയുടെ ചിത്രം ഞാൻ കാണിച്ചു തരണോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കയ്യടിക്ക് വേണ്ടി പലതും പറയാം. നാടിൻ്റെ അവസ്ഥ അതൊന്നുമല്ല. ഈ നാട്ടിൽ സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ട് വികസനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പബ്ലിക് സെക്ടറിൻ്റെ ആരാധകരാണല്ലോ ഇവിടെ ഇരിക്കുന്ന നേതാവ്. എന്താണ് KSRTCയുടെ അവസ്ഥ? നിങ്ങൾ ഭരിച്ചതല്ലേ? 60 വർഷം ഭരിച്ചില്ലേ? മാറി മാറി 44 നദികൾ, വർഷത്തിൽ 6 മാസം സമൃദ്ധമായി മഴ കിട്ടുന്ന ഒരു നാട്. ഇവിടെ ഓരോരുത്തരും കുപ്പിവെള്ളമാണ് ഇന്നും കുടിക്കുന്നത്. 2 ദിവസം സൂര്യൻ ആഞ്ഞുദിച്ചാൽ വരൾച്ചയാ, 2 ദിവസം മഴ പെയ്താൽ വെള്ളപ്പൊക്കവാ. ഇതിനൊന്നും ഭരണകൂടത്തിന് യാതൊരു പങ്കുമില്ലേ? ശരി, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഈ കൊച്ചിയിലാണ് ഇരിക്കുന്നത്. കൊച്ചിയിലെ വ്യവസായ മന്ത്രി ശ്രീമാൻ P. രാജീവ് പറഞ്ഞ ഒരു പ്രസ്താവന, സത്യത്തിൽ എനിക്കത് കേട്ടിട്ട്, ഞാൻ അതിനകത്ത് രാഷ്ട്രീയമല്ല പറയുന്നത്, എനിക്ക് വലിയ വിഷമം തോന്നി. അദ്ദേഹം 6 മാസം മുമ്പ് പറയുകയാണ്, കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഭരണാധികാരിയുടെ വായിൽ നിന്ന് വീഴേണ്ട വാക്കുകളാണോ? ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്തും, ഞങ്ങൾ തൊഴിൽ കൊടുക്കുമെന്ന് പറയാനുള്ള ആർജവമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസ ഉണ്ടെങ്കിൽ ആരും വിദേശത്തേക്ക് പോയിക്കോളും സാർ, അതിന് നിങ്ങളുടെ അനുമതി ഒന്നും വേണ്ട, മന്ത്രിസഭയുടെ തീരുമാനവും വേണ്ട, ചെറുപ്പക്കാർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ശരി, ഓക്കെ. നമ്മളിപ്പോ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാക്കാം എന്നുള്ളതായിരുന്നു ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിലും ആരാണ് വികസനം കൊണ്ടുവന്നത്, ആരാണ് വികസനം മുടക്കിയത് എന്നതിലേക്കായി ചർച്ച. അല്ല, അത് കുഴപ്പമില്ല. ഇനി നമ്മളാരും പറഞ്ഞില്ല ഇവിടെ രാഷ്ട്രീയം എടുത്തിട്ടത് കൊണ്ട് സദസ്സ് ക്ഷമിക്കണം. രാഷ്ട്രീയം പറഞ്ഞത് കൊണ്ട്, ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മറുപടി പറയാതെ പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറഞ്ഞത്. സ്വാഭാവികമായി 3 രാഷ്ട്രീയ നേതാക്കൾ ഇരിക്കുമ്പോൾ രാഷ്ട്രീയ അവകാശവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാവുക അതിൻ്റെ സ്വാഭാവികതയാണ്. ഇനി നമുക്ക് സദസ്സിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങി റെസ്പോണ്ട് ചെയ്താൽ പോരെ. എന്തായാലും താങ്കൾക്ക് പറയാനുള്ള അവസരം തരാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ അതിന് തക്കതായ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് യുവതലമുറയാണ് ഇരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരെ ചോദ്യം ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ വികസിപ്പിച്ച് ഇപ്പോൾ ഏത് അവസ്ഥയായി എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ചോദിച്ചോ. മൈക്ക്. നമസ്കാരം. സത്യത്തിൽ ഇത് കഴിഞ്ഞ സെഷനിൽ ചോദിക്കേണ്ടതായിരുന്നു, അവസരം കിട്ടിയില്ല. ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ആണല്ലോ സർ. യുവാക്കളൊക്കെ മൈഗ്രേറ്റ് ചെയ്യാണ്, ആ ഒരു സൊല്യൂഷനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിനൊരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ത്യ ടുമോറോ. സർ, നമുക്കിവിടെ ബേസിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യൂ. വലിയ വലിയ തള്ളലുകൾക്ക് പകരം നമ്മുടെ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യൂ. നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷനും നമ്മുടെ റിവർ ട്രാൻസ്പോർട്ടേഷനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കൂ. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ് സർ? നമ്മുടെ ജർമ്മനി, അമേരിക്കയൊക്കെ കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എറണാകുളത്തും ട്രിവാൻഡ്രത്തും കാലിക്കറ്റിലൊക്കെ വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്?
നമ്മുടെ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ചെറിയ കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സാർ. അത് കണ്ട കുട്ടികളാണ് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് സാറേ. അതുപോലെ തന്നെ ഞാൻ പാലക്കാട്ടുകാരനാണ് സാറേ. ഞാൻ തൃത്താല ഇതിലാണ്, രാഹുൽ മാങ്കൂട്ടൻ സാറിനോടാണ്. അവിടെ പന്നികൾ കാരണം ഒരാൾക്കും രാവിലെ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല സാർ. അതിന് സൊല്യൂഷൻ ഉണ്ടാക്കൂ. ഇവിടെ LDF ഉണ്ട്, UDF ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട് സാർ. പരസ്പരം LDF ഒരു വികസനം കൊണ്ടുപോകുമ്പോൾ UDF എതിർത്തിട്ടോ, UDF ഒരു വികസനം കൊണ്ടുപോകുമ്പോൾ LDF എതിർത്തിട്ടോ കാര്യമില്ല സാർ. ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യൂ പ്ലീസ്. ശരി, ആദ്യം ജയ്ക്ക്, കാരണം ഒരുപാട് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ജയ്ക്കാണ്. സ്വാഭാവികമായിട്ടും മാങ്ങയുള്ള മാവിലെ ആളുകൾ കല്ലെറിയും. അപ്പോൾ ഇടതുപക്ഷത്തിന് നേരെ വിമർശനം ഉന്നയിക്കുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ നിർബന്ധമായി ഈ മൈഗ്രേഷനെയൊക്കെ സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെ സംഭവിക്കേണ്ടതാണ്. ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി സദസ്സിനോട് ക്ഷമ ചോദിച്ചു. രാഷ്ട്രീയം പറയാൻ വന്നതല്ല. പക്ഷേ ഞാൻ സദസ്സിനോട് ക്ഷമ ചോദിക്കില്ല. രാഷ്ട്രസംബന്ധമായ ഏതു കാര്യവും എന്ന നിലയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അത് ഞാൻ സംസാരിക്കുകയും ചെയ്യും. ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയൻ അമീറാണോ എന്ന അവതാരകൻ്റെ ചോദ്യത്തിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ ചർച്ചയിലേക്ക് വന്നതും. അതിനാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ കേരളത്തിലെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ കേരളത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചില വികസന പദ്ധതികളുടെ അനുഭവങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് അവിടെയാണ്. അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കോ അതിലൊരു മോശമാണെന്നോ ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പക്ഷേ അത് പറയേണ്ടി വരുമ്പോൾ ഞാൻ സത്യസന്ധമായും കരുതുന്നു, ഇപ്പോൾ ഇതേപോലെ ഒരു സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ അധ്യാപകരൊക്കെ ഉൾക്കൊള്ളുന്ന ഏതളവിലും പ്രൗഢഗംഭീരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സദസ്സാണ് നമ്മുടേത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രതീതി നിർമ്മാണങ്ങൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത നാടാണ് കേരളം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വാർത്താ മാധ്യമങ്ങളുടെ സാന്ദ്രതയുള്ളത് 1.8% മാത്രം ജനസംഖ്യയുള്ള, 2.7% മാത്രം ഭൂവിസ്തൃതിയുള്ള നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്. ഇപ്പോൾ ട്രാക്ടറിനെതിരെ സമരം ചെയ്യുന്നു, കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുന്നു, നിങ്ങൾ AI സ്വാഗതം ചെയ്തില്ലേ? പൊതുബോധത്തിന് ഇക്കിളിപ്പെടുത്താൻ ഇഷ്ടമുള്ള ഒരു സമവാക്യമാണ്. പക്ഷേ നിങ്ങൾ ആരുടെയെങ്കിലും കൺമുമ്പിൽ ഒരു ചിത്രമോ ഒരു വാർത്തയോ ഉണ്ടോ? ഏതാണ്ടൊരു 3 പതിറ്റാണ്ടുകൾക്ക് 38 വർഷങ്ങൾക്ക് പുറകിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ആദരണീയനും ബഹുമാന്യനുമായ ഇവിടെ സൂചിപ്പിച്ച കോൺഗ്രസിൻ്റെ നേതാവ്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉദ്യോഗാർത്ഥികളുടെ ഒരു സമരം ഉദ്ഘാടനം ചെയ്തു. എന്തായിരുന്നു ആ സമരം? കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നതിനെതിരെ BMSുമായി ചേർന്ന് 48 മണിക്കൂർ നീണ്ട സമരം നടത്തിയ സംഘടനയുടെ പേരാണ് കോൺഗ്രസ്. അതിൻ്റെ നേതാവായിരുന്നു നമ്മുടെ ബഹുമാനിയായ മുൻ മുഖ്യമന്ത്രി. പക്ഷേ എന്താണ്, നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനോ സമീകരിക്കാനോ സ്വീകരിക്കാനോ ഒരു പൊതുബോധം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇരിക്കട്ടെ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടുണ്ടോ? ബാങ്ക് ജീവനക്കാർ സമരം ചെയ്തിട്ടുണ്ട്, തൊഴിൽ സംഘടനകൾ സമരം ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രശ്നം മാത്രമായിരുന്നോ? തങ്ങളുടെ സംഘടനകളിലുള്ള ഉദ്യോഗാർത്ഥികളുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിരപേക്ഷമായ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ട്രേഡ് യൂണിയനുകളും കമ്പ്യൂട്ടറിനെതിരെ ആ കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴതിൽ തെറ്റാണെന്ന് നമ്മളെല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം കണ്ടെത്തി ഏതെങ്കിലും ഒരു നേതാവ് മാത്രം ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ എറണാകുളത്ത് നിൽക്കുന്നു. 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എല്ലാ സംവാദങ്ങളിലും ഇതേപോലെ നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമാണ്. ഏതാണ്? എൻ്റെ ശവശരീരത്തിലൂടെ മാത്രമേ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വിമാനം ഇറങ്ങൂ എന്ന് ആദരണീയനായ എറണാകുളത്തിൻ്റെ മുൻ മന്ത്രിയും MLAയും ഒക്കെ ആയിരുന്ന S. ശർമ്മ പറഞ്ഞു. എൻ്റെ പരിമിതിയുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ പരിശോധിച്ചിട്ടുള്ള ഒരു മീഡിയ ആർക്കൈവിലും ഒരു സമര ചിത്രങ്ങളിലും തൻ്റെ ശവത്തിലൂടെ മാത്രമേ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങൂ എന്ന് ആദരണീയനായ എറണാകുളത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ച് മന്ത്രിയാക്കി S. ശർമ്മ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഗെയിൽ പദ്ധതിക്കെതിരെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി ഇവിടെ മുമ്പ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സമരം ചെയ്തു എന്നുള്ളതാണ്. ഭൂമിക്കടിയിലെ ബോംബ്, അങ്ങനെ ഒരു പദപ്രയോഗമേ ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു? ന്യായമായ നഷ്ടപരിഹാരം നൽകാതെ ജനങ്ങളെ ഇറക്കി വിട്ടുകൊണ്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിനൊരു സമീപനത്തിനെതിരെയുള്ള സമരങ്ങൾ കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. അതുമാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാക്കിയതിൽ ഞാൻ സൂചിപ്പിച്ചത് എന്താണ്? എല്ലാ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സംഭാവനയില്ലേ? ബഹുമാനിയനായ BJPയുടെ പ്രതിനിധി പറഞ്ഞു. വിഴിഞ്ഞം എങ്ങനെ വന്നു? ദേശീയപാത എങ്ങനെ വന്നു? ഗെയിൽ പദ്ധതി എങ്ങനെ വന്നു? ഇടമൺ കൊച്ചി പവർ ഹൈവേ എങ്ങനെ വന്നു? എന്തുകൊണ്ട് അദ്ദേഹം കൊച്ചി വാട്ടർ മെട്രോയും K4യും ഒന്നും തൊട്ടില്ല? അത്രയും ആശ്വാസം. എന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദേശാഭിമാനിയും കൈരളിയും മാത്രം വായിക്കുന്നവർക്ക് ഇങ്ങനെ തോന്നും. ഞാൻ തിരികെ അതേ നാണയത്തിൽ മറുപടി പറയണം. ജന്മഭൂമി അല്ലെങ്കിൽ BJPയുടെ മുഖപത്രം അങ്ങനെ വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും യൂണിയൻ ഗവൺമെൻറ് കഴിഞ്ഞ 7-8 വർഷങ്ങളായി നിരന്തരം കേരളത്തിന് അവാർഡുകൾ നൽകുന്നുണ്ട്. എന്താണ് കേരളത്തിൽ നൽകുന്ന അവാർഡ്? ഈ ഇന്ത്യയിൽ 2024 എത്തുമ്പോഴും
ഏറ്റവും സമാധാനപൂർണ്ണതയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തിൻ്റെ പേരാണ് നമ്മുടെ കേരളം. പറഞ്ഞത് ദേശാഭിമാനിയല്ല, പറഞ്ഞത് കൈരളിയല്ല, നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റാണ്. ഏറ്റവും കൂടുതൽ സുസ്ഥിര വികസനത്തിൽ 1-ാമത് നിൽക്കുന്ന, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ 1-ാമത് നിൽക്കുന്ന ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനത്തിൻ്റെ പേര് നമ്മുടെ കേരളമാണ്. പറഞ്ഞത് ദേശാഭിമാനിയല്ല, കൈരളിയുടെ റിപ്പോർട്ടറല്ല, നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റാണ്. ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? നമ്മൾ മൈഗ്രേഷനെ സംബന്ധിച്ച് ചർച്ച ചെയ്തല്ലോ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്ന ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനത്തിൻ്റെ പേര് നമ്മുടെ കേരളമെന്നാണ്. പറഞ്ഞത് ദേശാഭിമാനിയും കൈരളിയുമല്ല, പറഞ്ഞത് ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെൻറ്റാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സാർവത്രിക വിദ്യാഭ്യാസമുള്ള ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. 4 വയസ്സ് പൂർത്തിയായ ഒരു കുഞ്ഞു പോലും സ്കൂളിൽ പോകാതെ, യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കാതെ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അഭിമാനകരമായ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. പറഞ്ഞത് ദേശാഭിമാനിയല്ല, കൈരളിയല്ല. അതായത് ഈ ഹ്യൂമൻ ഇൻഡെക്സുകളിൽ മാത്രമല്ല, സാധാരണഗതിയിൽ ഏറ്റവും ഉയർന്ന കൂലി, ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം, ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം, ഏറ്റവും മികച്ച സമാധാനം, ഏറ്റവും മികച്ച ക്രമസമാധാന ചുമതല, ഏറ്റവും മികച്ച സുസ്ഥിര വികസനം, ഇതൊക്കെ കേരളം പരമ്പരാഗതമായി ഉണ്ടായിരുന്നതാണ്. ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഫ്യൂച്ചർ സമ്മിറ്റ് ആണല്ലോ. കേരളം ഇന്ത്യയിൽ ഏറ്റവും പുറകിലായിരുന്ന ഒരു മേഖലയുണ്ടായിരുന്നു. അതേതാണ്? അത് ഇൻഡസ്ട്രിയാണ്, ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഡസ്ട്രിയുമാണ്. ഇവിടെ സൂചിപ്പിച്ച മൈഗ്രേഷൻ ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ടതാണല്ലോ. നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷൻ ആസ്പിരൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും പലർക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, റിസർച്ചോ പോസ്റ്റ് ഡോക്കോ ഒക്കെ ലഭിച്ചവരാണ്. അപ്പോഴെന്താണ്? ചെറിയ കൂലിയിൽ ജോലി ചെയ്യാൻ കേരളത്തിലെ യുവത നമ്മൾ ആരും തയ്യാറല്ല. നമുക്ക് വലിയ പേയ്മെൻ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകും. കേരളത്തിന് ഈ മേഖലയിൽ ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലേക്ക് വ്യവസായങ്ങളുടെ നിക്ഷേപങ്ങളുടെ വരവ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ 28-ാം സ്ഥാനത്തായിരുന്നു. എവിടെ? 2021 വരെ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ 28-ാം സ്ഥാനത്തായിരുന്നു കേരളം. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ, നമ്മൾ ഈ ഫ്യൂച്ചർ സമ്മിറ്റിന് ഒത്തുചേരുന്നതിന് 2 ആഴ്ചക്കാലം പുറകിൽ ദേശാഭിമാനിയുടെ കൊച്ചിയിലെ ഏരിയ ലേഖകനല്ല, നമ്മുടെ മിനിസ്ട്രിയിൽ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിൽ ചുമതലയുള്ള മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, BJPയുടെ നേതാവ്, നമ്മുടെ വ്യവസായ മന്ത്രി, നമ്മുടെ ഇന്ത്യയുടെ വ്യവസായ മന്ത്രി എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന പീയൂഷ് ഗോയൽ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ എറണാകുളത്തുകാരനായ സഖാവ് P. രാജീവിനെ വിളിച്ചൊരു അവാർഡ് കൊടുത്തു. എന്തായിരുന്നു അവാർഡ്? 2024 ഇന്ത്യയിൽ ഏറ്റവും മികച്ച വ്യാവസായിക നിക്ഷേപ സൗഹാർദ്ദമുള്ള 1-ാമത്തെ സംസ്ഥാനത്തിൻ്റെ പേര് എൻ്റെയും നിങ്ങളുടെയും നാടായ നമ്മുടെ കേരളമാണ് എന്ന് പറഞ്ഞൊരു പുരസ്കാരം നൽകി. പറഞ്ഞത് ദേശാഭിമാനിയല്ല, അത് കൈരളിയല്ല, ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് എന്ത് വേണ്ടി? നമ്മളിവിടെ ഒത്തുചേരുന്ന ഈ കൊച്ചി ഇൻഫോ പാർക്കിന് സമീപത്ത് IBM അതിന് 2-ാമത്തെ ക്യാമ്പസ് ആരംഭിച്ചു. D-Space എന്ന് പറയുന്ന ജർമ്മൻ കമ്പനി ഏഷ്യയിലെ ആദ്യത്തെ ക്യാമ്പസ് തുറന്നത് നമ്മുടെ കേരളത്തിലാണ്. അഡോസോ ഇന്ത്യയിലെ ആദ്യത്തെ സെൻറ്റർ തുറന്നത് ഇവിടുന്ന് 100 മീറ്റർ പുറകിലാണ്. എങ്ങനെയാണ് ഈ ആഗോള കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നത്? ഒറ്റ വാചകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ IBMൻ്റെ ഇന്ത്യയിലെ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ 2.5 മാസങ്ങൾക്ക് പുറകിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു അഭിമുഖം അനുവദിക്കുന്നുണ്ട്. അഭിമുഖത്തിൻ്റെ തലവാചകം എന്താണെന്നറിയുമോ? മൈഗ്രേഷൻ സത്യസന്ധമാണ്, ചർച്ച ചെയ്യണം. പക്ഷേ എന്താണ്? IBMൻ്റെ ഇന്ത്യയിലെ സീനിയർ വൈസ് പ്രസിഡന്റ്, എറണാകുളത്തെ ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ അല്ലാത്ത നമ്മുടെ ദിനേശ് നിർമ്മൽ പറയുന്നു, കേരളത്തിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ IBM ആരംഭിച്ച അനുഭവങ്ങളെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നു, റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള, റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള. അതായത് തങ്ങളുടെ ഇന്ത്യയിലെ 50% തൊഴിൽ ഈ കൊച്ചിയിൽ കേന്ദ്രീകരിക്കാൻ IBM തീരുമാനിച്ചിരിക്കുന്നു. ആരാണ്? ദേശാഭിമാനിയുടെ ഏരിയ റിപ്പോർട്ടർ അല്ല, IBMൻ്റെ ഇന്ത്യയിലെ സീനിയർ വൈസ് പ്രസിഡന്റാണ് പറഞ്ഞത്. കാരണം എന്താണ്? വർഗീയ കലാപമില്ലാത്ത, സമാധാനമുള്ള, സ്വച്ഛന്തമായ വായുവുള്ള, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള, വാട്ടർ മെട്രോയും ദേശീയപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ദേശീയ ജലപാതയും ഒക്കെയുള്ള കൊച്ചിയിലേക്ക് തങ്ങളുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കപ്പെടുകയും തങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 50% ഇങ്ങോട്ട് കേന്ദ്രീകരിപ്പിക്കുകയും ചെയ്യുമെന്ന് ദിനേശ് നിർമ്മൽ പറയുകയാണ്. ഒരു ഒറ്റ സെന്റൻസോടെ അവസാനിപ്പിക്കാം. ചൈനയെ സംബന്ധിച്ച്, ഞാൻ ഒരു നാടിനെ സംബന്ധിച്ച് ഉത്കൃഷ്ടമാണ്, മാതൃകയാണ്, നിങ്ങൾ തന്നെ സ്വീകരിച്ചുകൊള്ളണമെന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ചില അനുഭവങ്ങൾ, ചില മാതൃകകൾ ആ രാജ്യത്തുണ്ട്. അത് ചൂണ്ടിക്കാട്ടിക്കാൻ മാത്രമാണ് ചെയ്തത്. അത് ഫാക്ച്വലി എറർ ഉണ്ടോ? നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഫാക്ച്വലി എറർ ഉണ്ടെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ ഞാൻ അടക്കം നമ്മളെല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ കുട്ടികളുടെ ജനനാനുപാത നിരക്കിനെയൊക്കെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക്, ചരിത്രത്തിലേക്ക് പോകുന്നു. ഒറ്റ കാര്യമുള്ളൂ, ചൈനയിൽ എന്തായാലും ഗർഭിണിയെ ബലാത്സംഗം ചെയ്ത് അവരുടെ ശരീരത്തിൽ നിന്ന് ഭ്രൂണത്തെ എടുത്ത് ചുട്ട് തിന്നുകളഞ്ഞ ഗുജറാത്ത് അനുഭവം ചൈനയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ അതിനോട് സൂചിപ്പിക്കാനുള്ളത്. രാഹുൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല, ഒത്തിരി പറഞ്ഞല്ലോ. ആളുകൾക്ക് ചോദിക്കാനുള്ളത് മൈഗ്രേഷനും റിവേഴ്സ് മൈഗ്രേഷനും ജയിക്ക് ഇത്രയും നീട്ടി പറഞ്ഞിട്ടും എനിക്ക് പറയാനായിട്ടുള്ളത്, എന്തൊക്കെ ചെയ്തിട്ടും കൂടെ മെനയാകുന്നില്ലല്ലോ സജി.
കാരണം അങ്ങ് ഒന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്, ശ്രീ ജയ്ക്ക് മുൻപ് ചെയ്ത എല്ലാ സമരങ്ങളെയും ഇന്നെങ്കിലും റദ്ദ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് പ്രസ്താവന, കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഒരു പുതിയ തലമുറയ്ക്ക് പറയേണ്ടി വരുന്ന ഗതികേട് ഈ നാടുണ്ടാക്കിയതിനകത്ത് ഈ നാടിനോട് എനിക്ക് വലിയ അഭിമാനബോധമുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് ഞാൻ അവിടെ വിട്ടു. ജയ്ക്ക് പറഞ്ഞു തുടങ്ങിയത് വ്യാജ നിർമ്മിതികൾക്കെതിരെയായിട്ടാണ്. എന്നിട്ട് ജയ്ക്ക് ഉദാഹരണം എന്താണ്? ശ്രീ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. എന്തിനെതിരെയാണ് ശ്രീ ജയ്ക്ക് സമരം ചെയ്തത്? ശ്രീ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ പേരിൽ നിങ്ങൾ നടത്തിയ അഴിമതിക്കെതിരെ സമരം ചെയ്തു. ഇനിയും ഞാൻ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ ജയിലിൽ കിടക്കേണ്ടി വന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് സമരം ചെയ്തയാളാണ്. ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ശ്രീ ജയ്ക്കിൻ്റെ അടുത്ത തലമുറ വരികയാണ്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വർണ്ണത്തിനെതിരെ സമരം ചെയ്തില്ലേ, സ്വർണ്ണത്തെ എതിർത്തില്ലേ എന്ന് പറയുന്നത് പോലെയുള്ള അല്പബുദ്ധിയാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞതെന്ന് മാത്രം സൂചിപ്പിച്ച്, അന്നും ഒരു കമ്പ്യൂട്ടറിനെ എതിർത്തെങ്കിലും കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിനകത്തെ അഴിമതിക്ക് നിങ്ങൾക്ക് വളരെ അനുകൂലമായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ അങ്ങ് കുറേ റാങ്കുകളുടെ കാര്യം പറഞ്ഞു. അതിനിടയിൽ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് കേരളം ഒരുപാട് മാറ്റമുണ്ട്. മറ്റ് ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പം കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ശ്രീ ജയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചുമലിലെടുത്തുകൊണ്ട് നടന്നതിൻ്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടതില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അങ്ങ് പറഞ്ഞ ആരോഗ്യരംഗമുണ്ടല്ലോ, അങ്ങ് പറഞ്ഞ ആരോഗ്യരംഗത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ ആ ആരോഗ്യരംഗം നിങ്ങളുടെ സർക്കാരിൻ്റെ മാത്രം എന്തോ നേട്ടമാണോ? ആ കേരളത്തിൻ്റെ ആരോഗ്യരംഗം സ്വാതന്ത്ര്യാനന്തര കാലം തൊട്ട് ഉള്ള എത്രയോ സംഭാവനകളുണ്ട്. ഇനിയല്ല നിങ്ങളുടേത് മാത്രമാണെങ്കിൽ ശ്രീ EMS നമ്പൂതിരിപ്പാട് തൊട്ട് ശ്രീ പിണറായി വിജയൻ വരെയുള്ള മാറി മാറി വന്ന LDF സർക്കാർ അല്ലെങ്കിൽ CPM സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തുടങ്ങിയ ഒരൊറ്റ സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ പേരങ്ങ് പറയൂ. നിങ്ങൾ മുടക്കിയ 3 മെഡിക്കൽ കോളേജിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. തിരിച്ച് ഒറ്റ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ അങ്ങ് ഇപ്പോൾ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ശ്രീ TP ശ്രീനിവാസൻ അങ്ങേ നോക്കി പുച്ഛിക്കില്ലേ? കേരളം ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്നെന്തോ ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞു. കേരളമാണ് ഏറ്റവും ആഭ്യന്തര സുരക്ഷിതമായ സംസ്ഥാനമെന്ന്. അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി ഓർത്ത് എനിക്ക് വലിയ സഹതാപം മാത്രമേ ഉള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. നെന്മാറയിൽ അതുല്യം അഖിലയും ഈ സർക്കാരിൻ്റെ പോലീസിങ്ങിൻ്റെ മിസ് പോലീസിങ് കാരണം മാത്രം അനാഥരാകേണ്ടി വന്ന അഖിലയും അതുല്യമെങ്കിലും ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങേ പുച്ഛിക്കില്ലേ? അങ്ങനെ അങ്ങ് ഉദാഹരിച്ച ഓരോ വിഷയങ്ങളിലും എനിക്ക് മറുപടി ഉണ്ട്. പക്ഷേ ഈ സദസ്സ് അതല്ല ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശ്രീ അഭിലാഷ് എല്ലാം കൂടെ മധ്യസ്ഥനായിട്ടുള്ള മറ്റൊരു മാതൃഭൂമി ചർച്ചയിൽ നമുക്കതിൻ്റെ ബാക്കി പറയാം. സോ ഇവിടെ സദസ്സിൽ നിന്ന് വന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി, സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരിടമാണ് കേരളം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പം എല്ലാ രാജ്യങ്ങളിലും ഇപ്പം വിദേശത്തൊക്കെയുള്ള മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും അധികം മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ ലണ്ടനിലേക്കാണ് പോയത്. ആ പോയ ഓരോ വിദ്യാർത്ഥികളോടും ശ്രീ ടോം, നമ്മുടെ സുഹൃത്ത്, ഇതിൻ്റെ സംഘാടകൻ, ശ്രീ ടോമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടനിലെ ജീവിതത്തിൻ്റെ വലിയ പ്രയാസങ്ങളെ പറ്റി പറയും. ഈ തെരുവ് നായശല്യം നമുക്ക് മാത്രമല്ല, ഈ വൈറ്റ് ഹൗസിൽ തെരുവ് നായശല്യമാണെന്നുള്ള വാർത്ത വരെ നമ്മൾ വായിച്ചതിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നാട് മെച്ചപ്പെടണം, അതിനകത്ത് തർക്കമൊന്നുമില്ല. അത് ഏതെല്ലാം മേഖലകളിൽ മുടങ്ങി കിടക്കുന്നുണ്ടോ? അങ്ങ് സൂചിപ്പിച്ച പാലക്കാടിൻ്റെ വിഷയം കാട്ടുപന്നികളുടെ വിഷയമാണ്. കാട്ടുപന്നികളുടെ വിഷയത്തിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള പണമത്രയും ബ്യൂറോക്രാറ്റിക് ലാബ്സിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. വീഴ്ചകൾ പരിഹരിച്ച് ഞാൻ രണ്ടിനും ഇടയിൽ നിൽക്കുന്നൊരു സ്റ്റാൻഡാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആരും വിദേശത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഒരു മിനിമം മൈഗ്രേഷൻ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമ്മുടെ നാടും വികസിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് 70-കൾക്ക് ശേഷം നമ്മുടെ നാട് പട്ടിണിയിൽ നിന്ന് മുക്തമായത് തന്നെ ഒരു വലിയ മൈഗ്രേഷൻ്റെയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് മൈഗ്രേഷൻ പൂർണ്ണമായി തെറ്റാണെന്ന് പറയുന്ന ഒരു വാദത്തോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ആളുകൾ ഇഷ്ടത്തിനനുസരിച്ച് മൈഗ്രേറ്റ് ചെയ്തോട്ടെ. പക്ഷേ ആ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കും ഇവിടെ ചോയ്സ് കൊടുക്കണം. കേരളത്തിലും അതേ ഒരു ചോയ്സ് കൊടുത്തിട്ട് ഓക്കെ അല്ല, കേരളത്തിലെ ഈ സ്ഥാപനത്തിൽ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് ലണ്ടനിൽ തന്നെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് സ്റ്റേറ്റ്സിൽ താമസിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്നവർ മൈഗ്രേറ്റ് ചെയ്യുകയും അതേ സൗകര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഗൗരവത്തോട് കൂടിയുള്ള സമീപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ അവസാനിപ്പിക്കുക. ഇനി അതുകൊണ്ട് സദസ്സിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും ചോദ്യം? അതിനുമുമ്പ് ഒരു കാര്യം, ഒറ്റ കാര്യം ഞാൻ ഈ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതി പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കേ മറുപടി പറയാം. ബാക്കി അദ്ദേഹം പറഞ്ഞ കുറേ സമയം അദ്ദേഹം ചില കാര്യങ്ങൾ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. 2 കാര്യങ്ങൾ. നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ഈ വ്യവസായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യം മാത്രം ഞാനിതിപ്പോൾ അന്നത്തെ ആ ഒരു പത്രവാർത്ത ഞാൻ എടുത്ത് നോക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വളരെ പെട്ടെന്ന്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്, ആർക്കും പരിശോധിക്കാം, DPIT, അവർ എല്ലാ വർഷവും ഒരു ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അവാർഡ് കൊടുക്കുന്നുണ്ട്. ആ അവാർഡ് കൊടുക്കുന്നത്
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഏറ്റവും താഴെ നിൽക്കുന്ന, അതായത് മോശം അവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളോട് നിങ്ങളുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ചില പാരാമീറ്റേഴ്സ് അവർ വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നില മെച്ചപ്പെടുത്താൻ ആവശ്യമായ റിഫോംസ് മികച്ച രീതിയിൽ നടപ്പാക്കിയതിന് കേരളത്തിനൊരു അവാർഡ് കൊടുത്തിട്ടുള്ളതായി നമ്മളുടെ KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഒരു പത്രക്കുറിപ്പ് ഇറക്കി. എന്നല്ലാതെ കേന്ദ്ര സർക്കാർ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ല, ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ല, ഒന്നും സംഭവം. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് അവാർഡ് കിട്ടിയിട്ടില്ല. അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്, എററാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്. പിന്നെ അങ്ങ് പറഞ്ഞ ഒരു വേണ്ടാത്ത ഒരു കമൻറ്റ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ താങ്കൾ ഈ പറഞ്ഞ ആരോപണത്തിനൊരു കേസ് നിലനിൽക്കുകയോ, BJP അല്ല ഭരിച്ചുകൊണ്ടിരുന്നത്, 10 വർഷം UPA സർക്കാരാണ് ഭരിച്ചത് നിങ്ങളുടെ പിന്തുണയോടുകൂടി, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു കേസിൽ FIR ഇട്ട് ഒരു കേസെടുത്ത് ട്രയൽ നടത്തി ശിക്ഷിക്കുകയോ വിട്ടയക്കുകയോ എന്തുമാകാമല്ലോ കേസിൽ നടന്ന ഒരു സംഭവം അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ അങ്ങ് പറയുന്ന പണി ഞാൻ എടുക്കും. ശരി, നമുക്ക് ആ തർക്കം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു സെക്കൻഡ്, കുറേ സമയമായിട്ട് ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ഈ ചർച്ച 1 മണിക്കൂർ പിന്നിടുമ്പോൾ ശ്രീ അഭിലാഷ്, ഞാൻ അല്പം നിരാശനാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഓഡിയൻസിലും കുറേയധികം ആൾക്കാരെങ്കിലും നിരാശരായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ടുമോറോ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് എങ്കിലും കേരള യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ ഏതാണ്ട് കൂടുതൽ സമയം ഇവിടെ സംസാരിച്ചത്. അപ്പോൾ അതിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ ജ്വലിക്കുന്ന 3 യുവത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ നിശ്ചയമായും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം എവിടെയെങ്കിലും ഒരു സ്പാർക്കായിട്ട് വന്നാൽ പിന്നെ അവർ വിട്ടുകൊടുക്കില്ല. ഈ 3 ആൾക്കാരുടെയും പെർഫോമൻസ് നിങ്ങളെല്ലാവരും ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടുള്ളതാണ്. അഭിലാഷൊക്കെ എത്രത്തോളം വെള്ളം കുടിക്കുന്നതാണ് ഇവരെ മിണ്ടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയമായി ഒന്നാണ് ഇങ്ങോട്ടെങ്കിൽ അർജുനൻ മറ്റേ മഹാഭാരത യുദ്ധത്തിലുള്ളതുപോലെ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, എയ്യുമ്പോൾ 100, തറയ്ക്കുമ്പോൾ 1000 എന്ന രീതിയിലത്തേക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുകയും സ്വയം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഞാൻ കരുതുന്നത് അതല്ല നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് ചാനൽ ചർച്ചാ വേദികളുണ്ട്. ഈ 1 മണിക്കൂറിൽ ഞാനിവിടെ കേട്ട ഏറ്റവും സെയിൻ വോയിസ്, ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, ആ സുഹൃത്ത് ചോദിച്ചിരുന്ന ആ ചോദ്യമാണ്. അതായത് ഞങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട് സാർ, നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല സാർ ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ പ്രശ്നത്തിന് എവിടെയാണ് സാർ പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയിൽ പോലും നമ്മുടെ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും സംസാരിക്കുന്നത് പഴയ വിഷയങ്ങളെ പറ്റിയാണ്. നമ്മൾ നടന്ന് പറഞ്ഞ് നമ്മൾ ഗുജറാത്ത് കലാപം വരെ പോയി. ഞാൻ പറഞ്ഞത് അതല്ല നമുക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള സമ്മിറ്റുകളിൽ ഒരുപക്ഷെ ഞാൻ നിരാശനാണെന്ന് പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. യുവാക്കൾക്ക് യുവത്വത്തിന് ഇന്ന് എന്താണ് വേണ്ടത് എന്നതിനെപ്പറ്റി നമ്മുടെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം. ഈ പറയുന്ന അടിയും ബഹളവും ഒക്കെ നടന്നോട്ടെ, അതിന് ഓഡിയൻസ് ഉണ്ടാകും, അതിന് നിങ്ങളിൽ രാഷ്ട്രീയ ചായ്വുള്ള ആൾക്കാരുണ്ടാകും. ഓരോരുത്തരും സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് വേണ്ടത് അതാണോ? ഞാൻ കരുതുന്നത് ഒരുപക്ഷെ നമ്മളെപ്പോലെ, ഞാനും ഇതിന് കുറ്റവാളിയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഇരിക്കുകയും നിങ്ങൾ ഇവിടെ ഇരിക്കുകയും ചെയ്തൊരു ചർച്ചയാണ് നടക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും അതാണ് കേൾക്കേണ്ടത്. യുവാക്കൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഇവിടെ മൈഗ്രേഷനെ പറ്റി പറയുന്നു, ഇവിടെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പന്നിശല്യം അല്ലേ, പട്ടിശല്യം, പന്നിശല്യം, ഈ കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. രാഷ്ട്രീയമായിട്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഇവരെല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്, ഇവരുടെ രാഷ്ട്രീയത്തിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം, അതാണ് എല്ലായ്പ്പോഴും പറയുക. ഈ 3 ആൾക്കാരെയും മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇവരെ ഉത്തരം മുട്ടിക്കാവുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അദാനിയെ എതിർക്കുന്നു, കോൺഗ്രസ് എതിർക്കുന്നു. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരിക്കെ അശോക് ഗെഹ്ലോട്ട് അദാനിക്കൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഏതാണ്ട് 40,000 60,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ സംസ്ഥാനത്ത് അദാനി കൊണ്ടുവരാൻ പോവുകയാണ്, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ സംസ്ഥാനമാണ്, ഞാൻ ആ വിഷയത്തിൽ അശോക് ഗെഹ്ലോട്ടിനൊപ്പമാണ്.
രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പറഞ്ഞോട്ടെ, പക്ഷേ ഒരു സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകണം, തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, വിദ്യാഭ്യാസം സാർവത്രികവും നിർബന്ധിതവും സൗജന്യവുമായിട്ട് നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ അടുത്തത് ഇവിടെ സന്ദീപ് ഇരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ്. ഫ്രീ ബി പൊളിറ്റിക്സ് അല്ലെങ്കിൽ വെൽഫെയർ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അടുത്ത കാലം വരെ നമ്മുടെ പ്രധാനമന്ത്രി അതിനെ പുച്ഛിച്ചുകൊണ്ട് റേവ് ഡി കൾച്ചർ എന്ന് പ്രസംഗിച്ച് നടന്നത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ BJPയുടെ ഡൽഹിയിലെ മാനിഫെസ്റ്റോ നോക്കിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി 2100 രൂപ കൊടുക്കുമെങ്കിൽ BJP 2500 രൂപ കൊടുക്കും. ആം ആദ്മി പാർട്ടി കുറേയധികം ആൾക്കാർക്ക് ബസ് റൈഡ് ഫ്രീ കൊടുക്കുന്നെങ്കിൽ BJP അതിനേക്കാൾ കൂടുതൽ കൊടുക്കും. എന്ന് വെച്ചാൽ ഏത് നേതാവായാലും ഏത് തലത്തിലുള്ളയാളായാലും നിങ്ങൾ എന്താണോ നേരത്തെ പറഞ്ഞിരുന്നത് അതിനപ്പുറത്തേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യും. ശ്രീ ജയ്ക്കിൻ്റെ പാർട്ടി സമാനമായിട്ടുള്ള നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അവിടെയും നമുക്ക് പറയാനായിട്ട് കഴിയും. അത് ഇതിനോടകം തന്നെ പലതും പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാനതുകൊണ്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്നത്തെ യുവത്വം എന്താണ് ചിന്തിക്കുന്നത്? ഇത്തരം സർവകലാശാലകളിൽ രാഷ്ട്രീയത്തിന് അതീതമായി അവരുടെ നീഡ്സും വാണ്ട്സും ഉണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ കുറച്ചുകൂടി സാർത്ഥകമാക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും നമുക്ക് ഇനി സമയം ഇല്ല. ഇത് നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ചായിരുന്നു പ്രാഥമികമായ ചർച്ച. അപ്പോൾ സ്വാഭാവികമായും ജനാധിപത്യത്തിൽ സംവാദത്തിൽ ചൂടും അതുപോലെ തന്നെ തീക്ഷ്ണതയൊക്കെ ഉണ്ടാവും. ആ തീക്ഷ്ണതയായി കണ്ടാൽ മതി. അപ്പോൾ ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വികസനം വേണം. പക്ഷേ ഫ്യൂച്ചറിൽ ഇനി വികസനമില്ലെങ്കിലും ജനാധിപത്യം അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ജനാധിപത്യത്തോടുകൂടി ജനാധിപത്യവും വികസിക്കട്ടെ, വികസിതമായൊരു ഭാരതം അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സൂചിപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾക്കൊരു സ്നേഹോപഹാരം സമർപ്പിക്കാനായി ഞാൻ ഡോക്ടർ ടോം എം ജോസഫിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ജയലത, പല വീക്ഷണ കോണുകളിൽ നിന്നുള്ള പല അഭിപ്രായങ്ങൾ, അഭിലാഷിൻ്റെ തന്നെ വാക്കെടുത്ത് പറഞ്ഞാൽ തീക്ഷ്ണമായ അഭിപ്രായങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. പ്രൊഫസർ ലത, മെമെന്റോസ് വന്നോ? യെസ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യത്തെ മെമെന്റോ സമർപ്പിക്കാൻ പ്രൊഫസർ ലതയോട് അഭ്യർത്ഥിക്കുന്നു. Mr. Jake C. Thomas, Sandeep Vachaspati, Srijit Panikar, and finally, Sri Abhilash Mohanan, our moderator. We request all of you to step up for a group photograph, please.